നമസ്കാരം. കാർഷിക ഓൺലൈൻ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കൃഷിയും ഋഷി ഫൗണ്ടേഷനും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു സെമിനാറാണിത്. ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളും പ്രവർത്തിക്കുന്നത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങളെ ഇടനിലക്കാരില്ലാതെ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ കൃഷി. ഋഷി ഫൗണ്ടേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അതിലൂടെ കാർഷിക രംഗത്ത് വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് സമൂഹത്തിലേക്ക് എത്തിക്കാനും അതുപോലെ നമ്മുടെ വീടുകളിൽ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ട്രേഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും. ഇന്ന് നമുക്ക് സെമിനാർ എടുക്കുന്ന വിഷയം ഒരുക്കാം നമുക്കൊരു അടുക്കളത്തോട്ടം. സെമിനാർ നയിക്കുന്നത് സുബ്രഹ്മണ്യൻ S, റിട്ടയർഡ് അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ. സാറിനെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. അതുപോലെ നമ്മുടെ സെമിനാറിലേക്ക് എത്തിച്ചേർന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പയ്യെ സെമിനാർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ എല്ലാവരുടെയും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം വേറെ സൗണ്ട്സ് കാരണം മറ്റുള്ളവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. പിന്നെ ഡിസ്പ്ലേ കാണുന്നുണ്ടോ? കാണാം സർ, കാണാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. അതായത് നമ്മുടെ രണ്ട് ഗ്രൂപ്പിലെയും കർഷക സുഹൃത്തുക്കൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഗ്രൂപ്പിലായതുകൊണ്ട് നമ്മൾ ഒരു ഇച്ചിരി താമസിച്ചു എന്ന് പറയുന്നത്, നമുക്ക് ഏകദേശം ഒരു 8:30 വരെയാണ് എനിക്ക് ടൈം തന്നിരിക്കുന്നത്. പച്ചക്കറിയെ പറ്റിയാണ് ഒരു ക്ലാസ് എടുക്കേണ്ടത്. നമ്മുടെ ക്ലാസിന്റെ വിഷയം ഒരുക്കാം നമുക്ക് ഒരു അടുക്കളത്തോട്ടം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അതായത് ജീവന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ വായു, ജലം എന്നിവയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടവയാണ് ഭക്ഷണവും ആരോഗ്യവും. എന്നാൽ കേരളക്കാരുടെ ഭക്ഷണക്രമത്തിൽ പച്ചക്കറിക്ക് വളരെ പ്രാധാന്യമുണ്ട്. മുൻകാലങ്ങളിൽ നമ്മുടെ ആവശ്യമായ ആഹാരത്തിന്റെ ഏറിയ പങ്കും നാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതിന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു. ഇത്തരത്തിൽ വരുന്ന പച്ചക്കറി ആണെങ്കിൽ മാരകമായ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇത്തരം പച്ചക്കറികളെ നാം വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വരും തലമുറയുടെയും ആരോഗ്യത്തെ ബാധിക്കുന്നു. ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശക്തിക്കും വേണ്ടി ഒരു ദിവസം 300 തുടങ്ങി 330 ഗ്രാം പച്ചക്കറി വേണമെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കും വരും തലമുറയ്ക്കും വേണ്ടി ശുദ്ധമായ ഹലോ കേൾക്കുന്നുണ്ടോ? നമുക്ക് വരും തലമുറയ്ക്കും വേണ്ടി ശുദ്ധമായതും സുരക്ഷിതമായതും വിഷവസ്തുക്കൾ ഒന്നും തന്നെ ഇല്ലാത്തതുമായ, അതായത് വിഷവസ്തുക്കൾ അടിക്കാത്തതുമായ ഒരു പച്ചക്കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു അടുക്കളത്തോട്ടം. അതായത് ഏതൊരു വിഷയത്തെ പറ്റിയും നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പഠിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിക്കണം എപ്പോഴും. അതായത് എന്ത്, എന്തിന്, എങ്ങനെ. ഇനി അങ്ങനെയുള്ള ഒരു 3 ചോദ്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടണമെന്നില്ല. അതിനെ ആധികാരികമായിട്ട് എടുക്കുമ്പോൾ വീണ്ടും 3 ചോദ്യങ്ങൾ ചോദിക്കണം. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ചെറിയ 2-3 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്നു. ഉത്തരം എനിക്കിപ്പോ വേണ്ട. ആദ്യമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇതാണ്. ഉത്തരം പറയേണ്ട, നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. രോഗമില്ലാത്ത ഒരു വീടും ഇന്ന് ഇല്ല എന്ന് തീർത്ത് പറയാം. ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇല്ല എന്നായിരിക്കും 99% ഉള്ളത്. എന്നാൽ ഒരു രോഗിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ രോഗമുണ്ട്. എന്നാൽ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, യുനാനി, പ്രകൃതി ചികിത്സ, സിദ്ധ, കാന്ത ചികിത്സ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ചികിത്സാ സമ്പ്രദായവും നിലവിൽ ഉള്ളപ്പോഴും ആശുപത്രികളുടെ സിറ്റിയാണോ കേരളം എന്ന് സംശയിക്കുന്ന രീതിയിൽ വന്നിട്ടും, അതായത് സാക്ഷരത, ബുദ്ധി, സാമ്പത്തികം എന്നിവയിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ടുള്ള കേരളം എന്തു പറ്റി? പണ്ടൊക്കെ ഒരു ക്യാൻസർ രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 വയസ്സിന് മേലെ വന്ന ഒരാളുടെ രൂപമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കിട്ടുക. എന്നാൽ ഇപ്പോഴാണെങ്കിൽ 2 വയസ്സുള്ള അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞിന് പോലും ക്യാൻസർ രോഗം എത്തി. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ. അപ്പം ഇപ്പൊ വൃക്കരോഗമായിക്കോട്ടെ, അതുമൊക്കെ തന്നെ ഏറ്റവും ചെറിയ കുട്ടികളിലേക്ക് എത്തിയിരിക്കുന്നു.
അപ്പോൾ നമ്മളുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞത്, നമ്മൾ എല്ലാ ദിവസവും നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളും കൂടെയുണ്ട്. രാവിലെ ഉത്സാഹത്തോടെയാണോ എഴുന്നേൽക്കുന്നത്? ഉണർവുണ്ടോ എഴുന്നേൽക്കുമ്പോൾ? ഓജസ് ഉണ്ടോ? എന്നീ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും ഉത്തരം കിട്ടുക. അപ്പൊ നമ്മൾ നേരത്തെ ചോദ്യങ്ങളുടെ ഉത്തരത്തെ തന്നെ ഞാൻ വീണ്ടും പറയാണ്. ഒരു നല്ലൊരു ചോദ്യത്തിന്റെ കൂട്ടത്തിൽ ഒരു 3 ചോദ്യങ്ങളും, അതായത് എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഈ 6 ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഏതൊരു വിഷയത്തെ പറ്റിയും ചോദിച്ചാൽ നമുക്ക് അതിന്റെ ഉത്തരം, അതായത് പ്രശ്ന പരിഹാരം വരെ കണ്ടെത്താൻ കഴിയും. ഒന്ന്, എന്തുകൊണ്ട്, എന്തിന്, എങ്ങനെ, എപ്പോൾ, ആര്, എവിടെ. ഈ ചോദ്യങ്ങളൊക്കെ, അതായത് ഇംഗ്ലീഷിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചോദ്യത്തിന്റെ ഇതെല്ലാം കൂടെ ഒന്ന് ചോദിച്ചു. ഇപ്പൊ ഈ പച്ചക്കറി തോട്ടം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു അടുക്കള തോട്ടം ഉണ്ടാക്കേണ്ടതിന്റെ പ്രാധാന്യം എന്ത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? നമ്മളുടെ രോഗങ്ങള്, ജീവിതശൈലി രോഗങ്ങള്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങള്, ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണണം. അപ്പൊ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൽ, അതായത് ഈ വിഷയത്തിന്റെ മൂല്യം എന്താണ് എന്ന് നിങ്ങൾക്ക് ഈ ചോദ്യത്തോടുകൂടി നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ കിട്ടും. എന്തിനെ എന്ന് ചോദിച്ചാൽ ഇതിന്റെ എല്ലാത്തിന്റെയും പരിഹാരവും. എങ്ങനെ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അടുക്കള തോട്ടം നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. എപ്പോഴെന്ന് ചോദിച്ചാലും ഏറ്റവും അനുയോജ്യമായ സമയം എന്നു പറയുന്നത് ഇപ്പോൾ തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആര് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ് എങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്നുള്ള ഉത്തരമായിരിക്കും കിട്ടുക. എവിടെ എന്നുള്ള ചോദ്യം ചോദിക്കാൻ വീണ്ടും അതിനകത്ത് ക്ലാസിഫിക്കേഷൻ വേണം. എവിടെയും, വീട്ടുവളപ്പിലും, മട്ടുപ്പാവിലും, ഗ്രോ ബാഗിലും, മഴമറയിലും, ലംബ കൃഷി രീതിയിലും, ഹൈഡ്രോപോണിക് ആയിട്ടുള്ള ഏത് രീതിയിലും നമുക്ക് നമ്മളുടെ അടുക്കളത്തോട്ടം ഉണ്ടാകും. അപ്പം ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ആഹാരം, നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ. അപ്പം ആഹാരം ഔഷധമായിരിക്കണം, ഔഷധം പോലെ കുറച്ച് കഴിക്കണം. രുചിയുടെ ബോധം നമ്മളെ പരിപൂർണമായി കീഴടക്കിയിരിക്കുകയാണ്. പ്രിസർവേറ്റീവ് കൂടിയിട്ടുള്ള അങ്ങനെയുള്ള അടിച്ച സാധനങ്ങൾ, അതായത് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ദീർഘകാലം സൂക്ഷിപ്പ് കാലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെ വളരെ കൂടുതൽ ബാധിക്കുന്നതാണ്. അപ്പം ഒരു സ്ഥലത്തെ ഭക്ഷണത്തിന്റെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കടയില്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്, അവിടുത്തെ വളരെ കൂടുതൽ സ്വാദ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും നമ്മുടെ രുചിക്ക് പ്രാധാന്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അവിടെ കിട്ടുന്നു. സ്ഥിരമായി ഒരു സ്ഥലത്തു നിന്ന് പോയി തന്നെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിലും വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ പണ്ടുള്ളവർ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി, 4 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ദ്രോഹി എന്നാണ്. അപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം കഴിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാം കഴിക്കുന്നത് എന്താണ് അതാണ് നാം. അപ്പൊ ഭക്ഷണം നന്നാകണം. അപ്പൊ ഭക്ഷണം നന്നാകണമെങ്കിൽ ആദ്യം നന്നാക്കേണ്ടത് മണ്ണാണ്. മണ്ണ് നന്നായെങ്കിൽ നമുക്ക് കൃഷിയിലേക്ക് കടക്കാൻ കഴിയും. മണ്ണ് നന്നായെങ്കിൽ അതിന് മനസ്സ് നന്നാകണം. പണ്ടുള്ളവർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മണ്ണ് നന്നാക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് നന്നാകണം. മനം നന്നായാൽ ശ്രമം നന്നായി, ശ്രമം നന്നായാൽ മണ്ണ് നന്നായി, മണ്ണ് നന്നായാൽ കന്ന് നന്നായി, കന്ന് നന്നായാൽ കിണ്ണം നന്നായി, കിണ്ണം നന്നായാൽ ഉണ്ണി നന്നായി എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത്. പഴമയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് ഒരു അടുക്കളത്തോട്ടം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൃഷിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ് എന്നറിയണം. നമ്മൾ ഒരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഗുണവും ദോഷവും അറിഞ്ഞു വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അപ്പോൾ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരോഗ്യവും വരും തലമുറയുടെ ആരോഗ്യവും വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ 2, അതിനോടൊപ്പം തന്നെ മാനസികാരോഗ്യം നമ്മൾ നട്ട ഒരു ചെടിയിൽ നിന്ന് ഒരു കായ പറിക്കുക എന്ന് പറയുന്ന സന്തോഷം നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല. പിന്നെ അതായത് മാനസിക ഉല്ലാസം, നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഉല്ലാസവും കൂടിയാണ്. ശാരീരിക വ്യായാമമാണ്. നമ്മളിപ്പോ പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മറ്റു ഉപകരണങ്ങളുടെയും പുറകെ ആയപ്പോൾ ടൈമിന്റെ പുറകെ ഓടുന്നത് കൊണ്ട് നമ്മളുടെ പഴമയുടെ ആ രീതിയിലുള്ള കിളക്കല്, അതുപോലെ തന്നെ വെള്ളം കോരല്, ബാക്കിയുള്ളത് അങ്ങനെയുള്ള എക്സർസൈസുകൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പോഴെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഓരോ ജിമ്മിലും ഒക്കെ പോയിട്ട് വേണം ചെയ്യാൻ. പണ്ടൊക്കെ അങ്ങനെയല്ല. കൃഷിയിലൂടെ ഇതെല്ലാം നേടുന്ന ഒരു പരിപാടിയാണ്. വിഷം തീണ്ടാത്ത ഭക്ഷണം, സാമ്പത്തിക ലാഭം, വരും തലമുറയുടെ ആരോഗ്യം, ഹോർട്ടിക്കൾച്ചർ തെറാപ്പി അതൊരു വലിയ ഇതാണ്. അതായത് പരിസ്ഥിതി മലിനീകരണം തടയുക, മാലിന്യം ഉറവിടത്തിൽ തന്നെ നമുക്ക് ജൈവവളമാക്കിയെടുക്കാനും കൂടെ കഴിയും. ഇത്രയും കാര്യങ്ങളാണ്.
അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നമ്മളുടെ മുന്നിലേക്ക് വരും. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൃഷിയിടം ഉണ്ടാക്കുമ്പോൾ കുറെ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധികൾ വരുമ്പോഴാണ് എല്ലാവരും പിന്നോട്ട് മാറുന്നത്. അതായത് ഒരു പച്ചക്കറി കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ. അതായത് നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? തീരെ കുറച്ചുണ്ടാക്കിയാൽ നമ്മുടെ ആവശ്യത്തിന് നേരെ നമ്മൾ കൂടുതൽ വലിയ തോതിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? വില വർദ്ധിച്ചാല് വളരെ കൂടുതൽ നമ്മുടെ ഒരു കർഷകന്റെ ഓരോ കർഷകന്റെയും പ്രത്യേക രീതി ഇതാണ്. വില വർദ്ധിച്ചാൽ വളരെ കൂടുതൽ കൃഷി വേഗം ആ രീതിയിൽ ചെയ്യും. അപ്പൊ ഇന്നിപ്പോ കാപ്പിക്ക് വില കൂടുതലാണെങ്കിൽ അടുത്ത വർഷം കാപ്പിയെ വളരെ കൂടുതൽ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യും. ഇനി രണ്ടാമത്, വിപണിയിലെ അസ്ഥിരത. വിപണിയിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള മാർക്ക് ഇല്ല, അതായത് ഒരു നിലവാരം ഇല്ല. മെച്ചപ്പെട്ട ഇനം ഇനങ്ങൾ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളില്ല. ഗുണമേന്മയുള്ള വിത്തുകൾ യഥാസമയം ലഭിക്കുന്നില്ല. രോഗബാധ, കീടബാധ, വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം, അസംഘടിതമായിട്ടുള്ള വിപണിയുടെ കടന്നുകൂടല്, പ്രകൃതിക്ഷോഭം, വന്യമൃഗ ശല്യം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഇവയൊക്കെ ഇതിനെ ബാധിക്കുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കൃഷി വിജയിപ്പിക്കണമെങ്കിൽ ഈ ഘടകങ്ങളെ മുഴുവൻ നമ്മൾ തരണം ചെയ്യേണ്ടതായിരുന്നു. പണ്ട് പറഞ്ഞ ഒരു ചെറിയൊരു പാട്ടിന്റെ ഒരു വരിയും കൂടെ പറഞ്ഞ നിസ്താണ്. ഇഞ്ചിക്കാരൻ ശ്രീ ബാലകൃഷ്ണൻ രചിച്ച ഇനി വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ആ ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ആരോഗ്യത്തിനെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ കൃഷിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം അതിലേക്ക് കടക്കുമ്പോൾ, ഒരു കൃഷി അല്ലെങ്കിൽ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടും 10 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ 10 കാര്യങ്ങളാണ് എല്ലാ കൃഷിയിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. ഈ 10 കാര്യങ്ങളിൽ ഒന്ന്, സൂര്യപ്രകാശം, അതിന്റെ ലഭ്യത. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ സസ്യങ്ങളുടെ ഇതിൽ ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് പോലും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. മാംസബുക്കുകളുടെ നിലനിൽപ്പിലും സസ്യബുക്കുകളുടെ ഇതിലും സൗരോർജ്ജമാണ് ഏറ്റവും ജീവന്റെ ഉറവിടമായിട്ട് കാണുന്നത്. രണ്ടാമത്തത് മണ്ണ്. മൂന്നാമത്തത് വിത്ത് തെരഞ്ഞെടുക്കൽ. നാലാമത്തത് മണ്ണൊരുക്കം. അഞ്ചാമത്തത് ജലസേചനം. ആറാമത്തത് വളപ്രയോഗം. ഏഴാമത്തത് രോഗത്തെ തിരിച്ചറിയൽ. എട്ടാമത്തത് കീടത്തെ തിരിച്ചറിയൽ. ഒമ്പതാമത്തത് കീടരോഗ നിയന്ത്രണം. പത്താമത്തത് വിളവെടുപ്പും വിപണി, അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കലുമാണ്. അപ്പോഴ് നമ്മളെ ഇതിന്റെ ഓരോ ഘടകങ്ങളെ പറ്റി നമ്മൾ വിശദമായി പഠിക്കുമ്പോഴേ നമ്മുടെ കൃഷി ഏറ്റവും ലാഭകരമായി നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു, നല്ലൊരു മനസ്സാണ് വേണ്ടത്. അപ്പൊ അതിന് നമുക്ക് ഇഷ്ടം പോലെ കൃഷി രീതിയിലേക്ക് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ 10 കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കൃഷിയിടം വളരെ ഭംഗിയായി, വളരെ വ്യക്തമായി, വളരെ സൗന്ദര്യബോധത്തോടു കൂടി കൃഷി ചെയ്യണം. ഇപ്പൊ ഏറ്റവും പുതിയ ടെക്നോളജി കൃഷിയിൽ വരുന്നത് ശരിക്കും പച്ചക്കറി തോട്ടം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പച്ചക്കറി തോട്ടത്തിന്റെ ഇത് പൂത്തോട്ടം പോലെ ആക്കുക, അതായത് വർണ്ണശബളമാക്കുക എന്നുള്ളതാണ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തത് കാണുന്നുണ്ടോ? കാണാം. ഓക്കെ. അപ്പം നമ്മൾ ആദ്യമായിട്ട് കൃഷിയിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സംഘടനയും കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. കൃഷിയിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൃഷി അല്ലെങ്കിൽ ഒരു കർഷകൻ ആരാണ് എന്ന് സ്വന്തം വിലയിരുത്തിയിട്ട് തുടങ്ങണം. അപ്പൊ കൃഷിക്കാരന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 2 മുദ്രാവാക്യങ്ങളാണ് ഉള്ളത്. ജയ് ജവാൻ ജയ് കിസാൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മുദ്രാവാക്യങ്ങൾ. ഈ മുദ്രാവാക്യങ്ങളിൽ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അതിര് കാക്കുന്ന പട്ടാളക്കാരും നമ്മളുടെ അന്നം, അതായത് അരച്ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന കർഷകനുമാണ്. അപ്പോൾ ജയ് ജവാൻ ജയ് കിസാന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോഴ് ഒരു കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃഷിക്കാരന്റെ അവസ്ഥയാണ് അത് എഴുതിയിരിക്കുന്നത്. മനുഷ്യന് സിഗരറ്റ് ഇല്ലാതെ ജീവിക്കാം, എന്നിട്ടും സിഗരറ്റ് ഉണ്ടാക്കുന്നവൻ കോടാനുകോടി ധനവാനാണ്. അതുപോലെ തന്നെ മദ്യം ഉണ്ടാക്കുന്നവനും ഇതേ രീതി തന്നെ, മൊബൈൽ ഉണ്ടാക്കുന്നവനും കോടാനുകോടി ഉണ്ടാവും. അതുപോലെ തന്നെ അന്നം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. പക്ഷേങ്കിൽ അന്നം ഉണ്ടാക്കുന്ന കർഷകന്റെ സ്ഥിതിയോ എന്നും ദാരിദ്ര്യം. ഇപ്പോൾ കൃഷിയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ വരുന്നില്ല. ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ളത് 2 വീലറാണ്, അതായത് റോയൽ എൻഫീൽഡ് ആണ്.
പക്ഷെ അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് റോയൽ ഇൻ ഫീൽഡ് ആണ്, അതായത് ആ കർഷകനാണ്. ഈ കർഷകന്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തന്നത് ആ കോവിഡ് കാലത്താണ്. ലക്ഷക്കണക്കിന് രൂപയെ ഡയമണ്ടും സ്വർണവും ഒക്കെ ഉണ്ടായിട്ട് പോലും അരച്ചാൻ വയറ് നിറയ്ക്കണമെങ്കിൽ അന്ന് ഒരു വെണ്ടയോ വഴുതനയോ കുഴിച്ചിടേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ കർഷകന്റെ ഇതില് കർഷകൻ വളരെ ഇപ്പോഴും ബിഗ് സീറോയാണ്, അവനെ ഹീറോ ആയി തന്നെ നമ്മൾ കരുതണം, ആ രീതിയിലേക്ക് പോകണം. അതില് നമ്മള് മനുഷ്യര് കുറേ പ്രകൃതിയോട് ചില പ്രവൃത്തികൾ ചെയ്തതിന്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ നശീകരണം തുടങ്ങിയിട്ട് കയ്യേറ്റങ്ങൾ ബാക്കിയുള്ളതെല്ലാം അതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ കൃഷി വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃഷിയിൽ വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. ഒരു മരത്തിൽ നിന്ന് ലഭിക്കുന്നതിന്റെ ഒരു ചെറിയ സിമ്പലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, അതിന്റെ പ്രാധാന്യം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തിന് എന്നുള്ള ചോദ്യത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ രോഗാവസ്ഥയാണ്. രോഗാവസ്ഥയിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക്, ബാക്കിയുള്ള രോഗങ്ങള്, ഇവയൊക്കെ വരുന്നതിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം, അതിനകത്തുള്ള വിഷത്തിന്റെ പ്രാധാന്യം, ആ വിഷത്തിന്റെ അംശം എങ്ങനെ കണ്ട് കുറയ്ക്കാൻ കഴിയും, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ മാറ്റണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയായിരിക്കണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ അതിനെ മാറ്റണം, വൈറ്റമിൻസ് കഴിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രകൃതിയിൽ നമ്മളുടെ ഓരോ ഭക്ഷണത്തിൽ പോലും ഈ പഞ്ചഭൂതങ്ങളുടെ പ്രാധാന്യമുണ്ട്. അതിൽ സൂര്യന്റെ വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇപ്പൊ കാണുന്ന ചിത്രത്തില് നിങ്ങൾ കാണുന്ന പോലെ പണ്ട് കഴിച്ചിരിക്കുന്ന ഇതും പച്ചക്കറികളും ഒന്നും അല്ല ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത്. ഇപ്പൊ കഴിക്കുന്നതിന്റെ ഒരു മോഡലാണ് ഞാൻ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത് സ്ത്രീകളും പുരുഷന്മാർക്കും ഒക്കെ വണ്ണം കൂടുന്ന ഒരു സ്ഥിതിയിൽ എത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞാകുന്നത് തുടങ്ങി നമ്മൾ ഭക്ഷണത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതില് ക്യാരറ്റ് കഴിക്കുമ്പോൾ കണ്ണിന്റെ പ്രകൃതി തന്നെ ഓരോന്നിനും ഓരോ വിളകൾക്കും അതിന്റെ പ്രാധാന്യം മനുഷ്യരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. വലിയ പ്രാധാന്യമൊന്നും ഇല്ല എങ്കിലും നമ്മൾ കഴിക്കണം. ആ കഴിക്കുന്നതിന്റെ പ്രാധാന്യം അനുസരിച്ച് ശരീരത്തിന് നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇപ്പൊ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് ഈ കാണുന്നതെല്ലാം. ഇതൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ വിഷാംശങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. അത് കാരണം ഈടാക്കാണ്. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ പ്രാധാന്യം ഏറ്റവും ഇമ്പോർട്ടന്റ് 10 കാര്യങ്ങളാണ്. എനിക്ക് സ്ലൈഡ് നീങ്ങുന്നുണ്ട്. സൂര്യപ്രകാശത്തിന്റെ ലഭ്യത, അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൃഷി ചെയ്യുമ്പോൾ നമ്മളെ കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ കൃഷി കൂടുതലും. അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഇറിഗേഷൻ പദ്ധതികളൊന്നും വളരെ കൂടുതലായിട്ട് ചെയ്യാറില്ല. അപ്പം ശരിക്കും ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഒരു പച്ചക്കറി തോട്ടം തുടങ്ങണമെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് സൗരോർജ കൊയ്ത്താണ് നടത്തേണ്ടത്. സൗരോർജ കൊയ്ത്ത് നടത്തിയാൽ മാത്രമേ, അതായത് ഹരിത സസ്യങ്ങൾക്ക് ക്ലോറോഫില്ലിൽ വെച്ചിട്ട് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അന്നജം നിർമ്മിക്കുന്ന പ്രക്രിയ, അതായത് പ്രകാശ സംശ്ലേഷണം നടക്കേണ്ടത്. അപ്പൊ സൗരോർജത്തിന്റെ കൊയ്ത്താണ് വേണ്ടത്. കൃഷിയിടങ്ങളെ എപ്പോഴും ഒരു കാടിന് തുല്യമാക്കണം. എന്ന് പറഞ്ഞാല് സൂര്യപ്രകാശം ഒരിക്കലും നിലത്ത്, അതായത് തുറന്ന ഭൂമിയിൽ, അതായത് നഗ്നമായ മണ്ണിൽ പതിക്കാൻ ഇടവരാതെ സൂര്യപ്രകാശം പരമാവധി കൊയ്തെടുക്കണം. അതിന് ഏറ്റവും നല്ലത് കൃഷിയിടം ഒരു കാടിന് തുല്യമാക്കണം. നല്ല ഒരു കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ ഒരു കിരണം പോലും അതിന്റെ ചൂട്ടിലുള്ള മണ്ണില് പതിക്കത്തില്ല. അതിനെന്താണ് മേൽക്കാട്, നടുക്കാട്, അടിക്കാട് എന്നിങ്ങനെ 3 തരത്തിലുള്ള കാടുകളുടെ വ്യതിയാനമാണ്. ഇതേപോലെ കൃഷിയിടത്തിലും കൂടെ നമുക്കാകാം. ഉയരം കൂടിയ ചെടികള്, നടുക്കുള്ള ചെടികള്, കുറച്ചും കൂടെ ഹൈറ്റ് കുറഞ്ഞത്, പരമാവധി നിലത്ത് കവറേജ് വരുത്തക്ക രീതിയിൽ കൃഷി ചെയ്യാം. അതിന് വിവിധ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം. അപ്പൊ പ്രകൃതിയെ മറന്ന് അല്ല കൃഷി ചെയ്യേണ്ടത്, സ്നേഹിച്ച് തന്നെ കൃഷി ചെയ്യണം. സൂര്യപ്രകാശത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഗ്രഹങ്ങളിൽ കൃഷി ചെയ്യുന്ന ഏറ്റവും പുതിയ ടെക്നോളജി വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതായത് കൃത്രിമ വെളിച്ചത്തില് കൃഷി ചെയ്യുക. അതായത് എല്ലാ ഊർജത്തിന്റെയും സ്രോതസ് സൂര്യനാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഭക്ഷണം എന്നാൽ എന്താണ്? ഭക്ഷണം എന്ന് പറഞ്ഞാല് പുനരാവിഷ്കരിക്കപ്പെട്ട ഊർജം. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. കേരളത്തിലെ കൃഷികളെല്ലാം കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഉള്ളത്. അപ്പം കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് പ്രകൃതിയില് നമ്മൾ വിളയിറക്കുമ്പോഴും മിക്കവാറും പച്ചക്കറി കൃഷികൾ 3 കാലഘട്ടങ്ങളിലാണ് നടത്തുന്നത്.
അതായത് മഴക്കാല പച്ചക്കറി, അതായത് ഒരു മെയ് മാസം തുടങ്ങിയിട്ട് സെപ്റ്റംബർ വരെ. രണ്ടാമത്തെ സീസൺ എന്ന് പറയുന്നത് മഞ്ഞുകാലം. മഞ്ഞുകാലം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ളത്. പിന്നെ വേനൽക്കാലം, അതായത് ജനുവരി കഴിഞ്ഞിട്ടുള്ള ഫെബ്രുവരി തുടങ്ങിയിട്ട് മെയ് വരെ. ഇതാണ് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഓരോ കാലാവസ്ഥയ്ക്ക്, അതായത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ പ്രകാരം നമ്മൾ 3 സീസണാണ് പച്ചക്കറി കൃഷിക്ക് കൊടുക്കുന്നത്. ഓരോ കാലാവസ്ഥയ്ക്കും ഇണങ്ങിയ രീതിയിൽ കൃഷി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, എന്നാൽ നമുക്ക് നഷ്ടം വരുത്തില്ല. മഴക്കാലമാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? വെള്ളക്കെട്ടുകൾ ഉണ്ടാകാതെ, അതായത് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ചാലുകൾ എടുത്ത് വെള്ളത്തെ ഒഴിവാക്കി കൊടുക്കണം. രോഗം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ സമയങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേക ഇനങ്ങൾ തന്നെ വേണം കൃഷി ചെയ്യാൻ. നല്ല സൂര്യപ്രകാശം, അപ്പൊ മിനിമം ഇത്രേ കാര്യമേ ഉള്ളൂ. പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നേരിട്ട് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം ആയിരിക്കണം. അതായത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം ഒരു 4 അല്ലെങ്കിൽ 5 മണി വരെ സൂര്യപ്രകാശം യഥേഷ്ടം കിട്ടുന്ന സ്ഥലമായിരിക്കണം നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അത് നമ്മൾ ഓപ്പൺ ഫീൽഡിലാണെങ്കിൽ, തുറന്ന സ്ഥലത്താണെങ്കിൽ. ബാക്കിയുള്ള സ്ഥലത്താണെങ്കിൽ അതിന് പരമാവധി ഇതിനകത്തേക്ക് സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിൽ നമ്മളുടെ അറേഞ്ച്മെന്റ് ചെയ്യും. രണ്ടാമത്, വെള്ളം കെട്ടിക്കിടക്കുന്ന നല്ല നീർവാർച്ചയുള്ള സ്ഥലം ആയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ 10 ടോപ്പിക്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൂര്യപ്രകാശനെ പറ്റി പറയുന്നത്. കാരണം ഇതൊരിക്കലും ഒരു കർഷകനും നിങ്ങളും ആരും തന്നെ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല. ആ പൈസ കൊടുത്ത് വാങ്ങാത്തത് കൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് നഷ്ടം നമുക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷേ എങ്കിൽ മർമ്മപ്രധാനമായ ഒരു പോയിന്റ് ആണ് അത് സൂര്യപ്രകാശം ഇല്ല എങ്കിൽ ഒന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളുടെ ബോധ്യം വന്നാൽ ഏറ്റവും ഉചിതമായിരിക്കും. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഏതൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ആ ഭക്ഷണത്തിലേക്ക് സൂര്യന്റെ ഊർജത്തിന്റെ വിവിധ രൂപങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ആമാശയമാണ്. അപ്പൊ ഇത് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ നേരത്തെ എന്താണോ കഴിക്കുന്നത് അത് ആണ് നമ്മൾ എന്ന് പറയാൻ കാരണം അതാണ്. അത് നമ്മുടെ സ്റ്റൊമക്കിൽ വരുന്നത്. അതിൽ പ്രിസർവേറ്റീവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയയുടെ പ്രവർത്തനം, നമുക്ക് ഉപകാരപ്രദമായ ബാക്ടീരിയയുടെ പ്രവർത്തനം കൂടുതലുണ്ടാകുന്ന അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാകും എന്നുള്ളതാണ്. അപ്പോൾ വൈറ്റമിൻസ് കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിനെ 2ആയിട്ട് തരംതിരിക്കാം. അതായത് വാട്ടർ സോളുബിളും, അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ വേണ്ട വൈറ്റമിൻസിന്റെ കാര്യമാണ് പറയുന്നത്. അതിൽ എന്താണ് വാട്ടർ സോളുബിൾ ആയിട്ടുള്ളതും വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതും ഓയിൽ സോളുബിൾ ആയിട്ടുള്ളതും 2 ടൈപ്പാണ്. വൈറ്റമിൻ എ, B1, B2, B6, B12 തുടങ്ങിയ പദാർത്ഥങ്ങൾ ഇതാണ് ഈ കണ്ടീഷനിലാണ് പോകുന്നത്. ഇതിലേതെങ്കിലും ഒക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ 300 ഗ്രാം ഭക്ഷണത്തിൽ ഉണ്ടാകും. നമ്മളൊരു പഴം കഴിക്കുകയാണെങ്കിൽ ആ പഴത്തിന്റെ പ്രാധാന്യം അറിഞ്ഞ് കഴിക്കണം. അപ്പൊ അത് കഴിക്കുമ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ് ഉള്ളത്. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞത് വൈറ്റമിൻ ബിയും സിയും വാട്ടർ സോളുബിൾ ആണ്. അത് എന്താണ്? വെള്ളത്തിൽ ലയിച്ചു ചേരുന്നത് കൊണ്ട് അത് ഒരു ദിവസം നിന്ന് എക്സസ് അധികം വരുന്നത് അത് നമ്മുടെ നൈട്രോജീനിയസ് വേസ്റ്റിലൂടെ, അതായത് യൂറിലൂടെയും ബാക്കിയുള്ളതിലൂടെയും വിയർപ്പിലൂടെയും ബാക്കിയുള്ള എല്ലാത്തിലും കൂടെയും പുറത്തു പോകേണ്ട കാര്യങ്ങളിൽ മുഴുവൻ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. വൈറ്റമിൻ B1, B2, B6 അതൊക്കെ നമുക്ക് എല്ലാ ദിവസവും കിട്ടത്തക്ക രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടി വരും. എന്നാൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഇതൊക്കെ ഫാറ്റ് സോളുബിൾ ആണ്. അതായത് കൊഴുപ്പിൽ മാത്രമാണ് ലയിക്കുന്നത്. അതുകൊണ്ട് ഇത് കൂടുതലായിട്ട് നമുക്ക് വരുന്നില്ല. അത് എന്താണ്? അത് കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, നഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ, നമ്മൾ കഴിക്കേണ്ട പദാർത്ഥങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറിയുടെ പ്രാധാന്യം എന്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കാം. അതായത് പാവയ്ക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനം, അത് ആസ്മ, അതുപോലെ തന്നെ ജലദോഷം, ചുമ എന്നിവയിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള കഴിവാണ്. കരള് രോഗങ്ങളെ ഭേദമാക്കാൻ കഴിവുള്ളതാണ്. അണുബാധയെ പ്രതിരോധിക്കാൻ. അതുകൊണ്ട് പാവയ്ക്ക നീര് ദഹന പ്രക്രിയയെ എളുപ്പമാക്കുന്നുണ്ട്, രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ജീവിതശൈലി രോഗമായിട്ടുള്ള നമ്മുടെ പ്രമേഹം വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പാവയ്ക്ക നീരാണ് നമുക്ക് കൂടുതലും കഴിക്കുന്നത്. അറിയാലോ. അപ്പൊ ഓരോ പദാർത്ഥങ്ങൾ, അതായത് ഓരോ ഫലങ്ങൾ കഴിക്കുമ്പോഴും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, അതായത് ഭക്ഷണം ഔഷധമായി കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുക. ചക്കയുടേതാണെങ്കിൽ ഇപ്പൊ ക്യാൻസറിന് വരെ പറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ ഉപ-ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുന്ന ഒരു കാര്യം കൂടിയാണ് ചക്കപ്പഴത്ത്.
അടുത്തത് പേരയ്ക്കയാണെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന ശുചീകരണം, പ്രത്യേക കാഴ്ച വർദ്ധിക്കുക, ചർമ്മത്തിന്റെ തിളക്കം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ പേരയ്ക്ക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇതിനകത്ത്, അതായത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിന്റെ ഒരു ബൗണ്ടറിയിൽ അല്ലെങ്കിൽ ഒരു അതിരില് ഒരു പേരമരവും കൂടെ നട്ടു കഴിഞ്ഞാൽ ആ അടുക്കളത്തോട്ടം ഒരു പോഷകത്തോട്ടമായിട്ട് മാറുകയാണ്. അതിനകത്ത് ഒരു മാറ്റവും കൂടെ വരുന്നു. നമ്മൾ വെറും ഒരു അടുക്കളത്തോട്ടമല്ല ഉണ്ടാക്കുന്നത്, അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ നമുക്ക് പേരയും ബാക്കിയുള്ളതും കൂടെ ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതൊരു പോഷകത്തോട്ടമായിട്ട് മാറും. അതിന്റെ 4 അരികയില് ഓരോ ഏത്തവാഴയോ ഒരു നാടൻ വാഴയോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അതില് മലബന്ധം ഉണ്ടാകുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രെയിൻ എന്ന് പറയുന്നത്, 2 ബ്രെയിനാണ് നമുക്കുള്ളത്. അതിൽ രണ്ടാമത്തെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ആമാശയമാണ്. അതിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണം മലബന്ധമാണ്. അതായത് എന്നുമുള്ള നൈട്രോജീനിയസ് വേസ്റ്റ് എന്നും അത് പിറ്റേ ദിവസം ഒഴിവാകണം. പക്ഷെ അതിന് ഏറ്റവും സിമ്പിളായിട്ട് മലബന്ധം ഉണ്ടാകാതിരിക്കാൻ, മലബന്ധത്തിന്റെ തടസ്സം ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് പഴവർഗ്ഗങ്ങൾ. ഇനി നിങ്ങൾ ഒരു കാര്യം, ഞാൻ നേരത്തെ ഏറ്റവും ആദ്യം ചോദിച്ച 3 ചോദ്യങ്ങളുണ്ട്. നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഉത്സാഹമുണ്ടോ, ഉണർവുണ്ടോ, ഓജസ്സുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോഴേ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഗുണമാണോ നല്ലതാണോ എന്ന് ഒറ്റ ദിവസം നിങ്ങളൊന്ന് നോക്കാം. ഇന്നത്തെ ദിവസം പൊക്കോട്ടെ, നാളത്തെ ദിവസം സാധാ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി നിങ്ങൾ വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിച്ചിട്ട് വേണം. എന്നിട്ട് നേരം വെളുത്ത് അതൊന്ന് നോട്ട് ചെയ്യുക, എന്തൊക്കെയാണ് നമുക്ക് ശരീരത്തിനുള്ള മാറ്റം. അല്ലെങ്കിൽ ഇന്ന് രാത്രി ചിക്കൻ ബിരിയാണിയോ ബാക്കി ഹെവി ലോഡായിട്ട് കഴിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് വേവിച്ച ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിട്ട് നാളെ നേരം വെളുത്ത് നോട്ട് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. തന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നിങ്ങൾ വേവിക്കാത്ത ഭക്ഷണങ്ങളെ രാത്രി, നൈറ്റിലെ ഫുഡ്, അതായത് രാത്രി മാത്രം, ഉച്ചവരെ കഴിച്ച എന്തെങ്കിലും ആയിക്കോട്ടെ, രാത്രി കഴിക്കേണ്ട ഭക്ഷണങ്ങളെ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയുടെ പ്രാധാന്യം. കറിവേപ്പില നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്താ ഈ കറിവേപ്പില എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ, അന്യ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കയറി വരുന്നത് കറിവേപ്പിലയാണ്. ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിട്ടുള്ളതും അവർ സ്പ്രേ ചെയ്യുന്നതും ഒക്കെ ഏറ്റവും കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും, അതായത് നമ്മുടെ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കറിവേപ്പിലയാണ്. അപ്പൊ കറിവേപ്പില കഴിക്കുന്നത് വരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറിയിൽ കറിവേപ്പില ഇടുന്നതിന്റെ ധർമ്മം വേറെയാണ്. നമ്മൾ പെട്ടെന്ന് എല്ലാവരും പറയും കറിവേപ്പില കറിയിൽ ഇടുന്നത് രുചിക്ക്, സ്വാദിന് ഒക്കെയാണ്. അതൊക്കെ ഒരു ചെറിയ ഘടകമായിട്ടാണ്. എന്നാൽ അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാരണം എന്താണെന്ന് ചോദിച്ചാല്, പണ്ട് നമ്മുടെ പഴമക്കാർ പറഞ്ഞതുപോലെ വലിയൊരു കുടുംബ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ നിന്നെ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞില്ലേ എന്നൊരു ചോദ്യത്തിന്റെയും അടിസ്ഥാന തത്വം ഇത് തന്നെ. നമുക്ക് കറിവേപ്പില സാധാ സ്ഥിതിയിൽ കഴിക്കുകയാണെങ്കിൽ അനീമിയ, അതായത് രക്തത്തിന്റെ കുറവ്, ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ ദഹന പ്രക്രിയയ്ക്ക്, കണ്ണിന്റെ ആരോഗ്യത്തിന്, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അത് ഔഷധമായി കഴിക്കുമ്പോൾ കറിയിലിട്ടാൽ ഇതിന്റെ ധർമ്മം മാറി. കറിയിലിട്ടാൽ ആ കറിയിലെ വിഷാംശം പരമാവധി ഈ ഇലകൾ വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് കറിവേപ്പില കറിയിലിട്ടാല് ആ കറിയിൽ നിന്ന് കൂളായിട്ട് അതിനകത്ത് നിന്ന് ഞെക്കിപ്പിഴിഞ്ഞ് കറിയിലേക്ക് ഒഴിക്കാതെ അത് അനക്കാതെ എടുത്ത് പുറത്തു കളയുക എന്നതാണ് വളരെ ഇമ്പോർട്ടന്റ്. അതല്ലാതെ അത് ഏറ്റവും വിശിഷ്ട വസ്തുവായിട്ട് ഏറ്റവും അവസാനം കഴിക്കുന്നതോ അത് പിഴിഞ്ഞൊഴിക്കുന്നതോ ഒന്നും ഒഴിവാക്കുന്നത് നല്ലതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി വെള്ളരിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ഇതുള്ളതും അസിഡിറ്റി ഉള്ളതിനെ പറ്റിയുള്ളതും കാഴ്ചയ്ക്കുള്ളതും എല്ലാം ഇതാണ്. ഞാൻ ഇച്ചിരി കൂടെ സ്പീഡാക്കാണ്. പിന്നെ മുരിങ്ങയില ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് കഴിച്ച മുരിങ്ങയില കഴിക്കുകയാണെങ്കിൽ നാളെ ശരിക്കും പറഞ്ഞാൽ ശോധന ഉണ്ടാകും. അത് തന്നെ ഏറ്റവും നല്ല കാര്യമായിരിക്കും. അതുപോലെ തന്നെ പ്രഷർ, ബാക്കിയുള്ളത് ഇരുമ്പിന്റെ നല്ലൊരു ഉറവിടം, കുട്ടികൾക്ക് ബുദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടി വിളർച്ചയ്ക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുരിങ്ങയിലയും, ഈ മുരിങ്ങയിലയും നമ്മുടെ ഭക്ഷണത്തിന്റെ ഇതിലൊരു ആക്കുക. ഫ്രൂട്ട്സ് നമുക്ക് വേണമെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു കോവല് നമ്മുടെ പച്ചക്കറിയുടെ തോട്ടത്തിന്റെ ഒരു മൂലയ്ക്ക് കൃഷി ചെയ്യുക. അപ്പോൾ ബയോ ഇൻസുലിൻ എന്നാണ് കോവയ്ക്കയെ പറ്റി അറിയുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലത് രാവിലെ വെറും വയറ്റില് ഒരു 5 കോവയ്ക്ക പച്ചയ്ക്ക് കഴിക്കുക. ഒന്ന് കഴിച്ചു നോക്കൂ. ഒരു 20-21 ദിവസം കൊണ്ട് നിങ്ങളുടെ ഷുഗറിന് നല്ലൊരു മാറ്റം വരുന്നുണ്ട്. എന്നാൽ ഇടയ്ക്ക് ശ്രദ്ധിക്കണം, ഷുഗർ ചിലരിൽ വളരെ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നുണ്ട്. ഇതിന്റെ കോവയ്ക്ക എന്ന് പറഞ്ഞാൽ ബയോ ഇൻസുലിൻ ആണ്. ഇൻസുലിൻ കുത്തിവെക്കുന്നവർക്ക് പോലും ജൈവ ഇൻസുലിൻ എന്ന നിലയ്ക്ക് മരുന്ന് പെട്ടെന്ന് നിർത്തിയിട്ട് കോവയ്ക്കയിലേക്ക് ചാടാനല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. നിങ്ങൾ മരുന്ന് കുത്തിവെക്കുന്നതിനോടൊപ്പം തന്നെ കോവയ്ക്കയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ
നിങ്ങളുടെ ഷുഗർ കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മരുന്നിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യവും ഉന്മേഷവും ഒക്കെ വീണ്ടെടുക്കാൻ കഴിയും. പിന്നെ ആപ്പിളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ക്യാരറ്റ് നമുക്ക് പറ്റും, അത് കണ്ണിൻ്റെതാണെന്ന് പറഞ്ഞു. ഇനി ഒരു പഴം കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് പച്ച നിറമുള്ളപ്പോൾ കഴിക്കുന്നതിൽ കൂടുതൽ, മഞ്ഞ നിറമുള്ളപ്പോൾ കഴിക്കുമ്പോൾ ആന്റി ഓക്സിഡന്റുകൾ കൂടുതലാണ്, അന്നജം കുറയും, പഞ്ചസാരയുടെ അളവ് കൂടും. പക്ഷെ പഴങ്ങളൊക്കെ കഴിക്കേണ്ടത് ഈ കറുത്ത പാടും കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ ബ്രൗൺ നിറം വരുമ്പോഴാണ് ആന്റി ഓക്സിഡന്റുകൾ കൂടും, പഞ്ചസാരയുടെ അളവ് കൂടും. ഇത് ഫ്രക്ടോസ് ആയതുകൊണ്ട് ഷുഗർ പേഷ്യൻസിന്റെ ഒരു ലിമിറ്റ് വരെ എക്സസ് ആയാൽ, അധികമായാൽ അമൃതും വിഷം. അതുപോലെ തന്നെ ഇത് ആവശ്യത്തിന് കഴിക്കുന്നതിന് കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പം ഇനിയുള്ളത് ഓരോ വെള്ളം കുടിക്കുന്നതിനാണ്. ഇതൊന്നും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല, നമ്മളുടെ കൃഷിയിലേക്ക് തന്നെ വരാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കൃഷിയിൽ വരുമ്പോൾ നമുക്ക് മണ്ണിൽ എന്താണോ ഉള്ളത്, മണ്ണിലുണ്ടെങ്കിലേ ചെടിയിലുണ്ടാവുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പം മണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് മാത്രമല്ല നമ്മളുടെ വരും തലമുറയ്ക്കും കൈമാറ്റം ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ഈ സ്ലൈഡുകളൊക്കെ ഞാൻ ഒഴിവാക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഏകദേശം ഇനി ഒരു 3/4 മണിക്കൂറും കൂടിയേ ഉള്ളൂ. ആ 3/4 മണിക്കൂറിലേക്ക് ഒരു 3 പോയിന്റും കൂടെ പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനന്ന് ഇതാക്കുന്നത്. മുമ്പ് ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. രുചിയോടൊപ്പം ഗുണത്തിനും പ്രാധാന്യം ഉണ്ടാകണം. ഒഴിവാക്കേണ്ടത് കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര, രാസവസ്തുക്കൾ അടങ്ങിയത്, അങ്ങനെയുള്ള ഡ്രങ്ക് ഫുഡ്സ്, അതായത് കൂടി ഉപയോഗിക്കുന്നത്, അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പോഷക ആഹാരങ്ങൾ നിറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ മെയിൻ ഉത്തരവാദിത്വം ഈ കാണുന്നതൊക്കെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പ്രകൃതിയിലേക്ക് കടന്നു പോകണം. അവിടെ കർഷകന്റെ വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. അതിൽ മണ്ണിന് വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. കൃഷി ചെയ്യുന്നതിൽ പ്രകൃതിയുടെ ജലസമ്പത്ത് തുടങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മണ്ണിലുണ്ടെങ്കിൽ മാത്രമേ പ്രകൃതിയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ മണ്ണ് വളരെ പ്രധാനമാണ്. അതായത് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഭൂമി എന്ന് പറയുന്നത്. അതായത് സോയിൽ ഈസ് ദ മദർ ഓഫ് ഓൾ, എല്ലാത്തിൻ്റെയും അമ്മയാണ് മണ്ണ്. ആ മണ്ണിന്റെ അവസ്ഥ അത് വരും തലമുറയ്ക്ക് കൈമാറണം. എങ്ങനെ? വളരെ ശുദ്ധമായി നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറണം. അതായത് മണ്ണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മുടെ കൃഷിയിലേക്ക് പോകാൻ. മണ്ണിലില്ലെങ്കിൽ ചെടിയിലില്ല. അതുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് മണ്ണാണ്. മണ്ണിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ജീവനുണ്ടോ? ചത്തുകൊണ്ടിരിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഈ ജീവൻ അല്ലെങ്കിൽ ജീവൻ തിരിച്ചു പിടിക്കാൻ നാം എന്ത് ചെയ്യണം? ഈ ചോദ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. മണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ നമ്മളായിട്ട് എന്ത് ചെയ്യണം? അതായത് എല്ലാ ജീവന്റെയും ആധാരം എന്ന് പറയുന്നത് സൗരോർജ്ജമാണ്. സൗരോർജ്ജത്തിന്റെ ഇതിലേക്ക് ഭക്ഷണത്തിലേക്ക് പോകുമ്പോൾ ഭക്ഷണം നന്നാകണമെങ്കിൽ മണ്ണ് നന്നാകണം. മണ്ണ് നന്നാകണമെങ്കിൽ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം ഉണ്ടാകണം. അതായത് മണ്ണിൽ വസിക്കുന്ന കോടാനുകൂടി സൂക്ഷ്മജീവികളാണ് മണ്ണിന്റെ ജീവൻ എന്ന് പറയുന്നത്. അതായത് മണ്ണ് ഏത് കൃഷിക്കും അടിസ്ഥാനമായ ഘടകമാണ്. രാസവസ്തുക്കൾ വാരിയെറിഞ്ഞ് ജീവനില്ലാത്ത ഒരു പാത്രമായിട്ട് അതിനെ മാറ്റരുത്. അപ്പോൾ മണ്ണ് മരിച്ചാൽ വൃക്ഷം നശിക്കും, ജലസ്രോതസ് നശിക്കും, പ്രകൃതി വരെ നശിക്കും. പിന്നെ നമുക്ക് നിലനിൽപ്പില്ലാതെ വരും. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് മണ്ണില് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള 1 ഇഞ്ച് കനത്തിലുള്ള മണ്ണാണ് ഫലഭൂഷ്ടമായ മണ്ണ്. ഈ ഫലഭൂഷ്ടിയാണ് നമ്മളെയെല്ലാം നേരെ നിർത്തുന്നത്. അതായത് ആ വളഭൂഷ്ടിയുള്ള മണ്ണ്, അതായത് ആ മേൽമണ്ണ്, അതിൽ നിന്ന് വളം നമ്മൾ ചെയ്യുന്നത് കടും കൃഷിയാണ്. അതായത് അറുത്തെടുക്കുകയാണ്. അറുത്തെടുക്കരുത്. എന്ത് ചെയ്യണം? നമ്മള് എന്ത് ചെയ്യണം? കറന്നെടുക്കണം. കുറേശ്ശെ ആവശ്യത്തിന് മാത്രം കറന്നെടുക്കണം, അറുത്തെടുക്കരുത്. അതായത് കൃഷി രീതികള്, ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ എല്ലാം മാറ്റി ജൈവ കൃഷിയിലേക്ക് തന്നെ മാറണം. ജൈവ കൃഷിയിലൂടെ നമുക്കതിനെ ആ മണ്ണിന്റെ ആരോഗ്യവും വീണ്ടെടുക്കാൻ പറ്റും. ജീവൻ തുടിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ താളം പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനമായിട്ടാണ്. മണ്ണിന്റെ പ്രാധാന്യം ഓരോ കർഷകനും അറിയണം. മണ്ണിന്റെ മണവും മണ്ണിന്റെ സ്പന്ദനവും മണ്ണിൽ എന്തൊക്കെ കുറവുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയുന്ന കർഷകനാണ് ആ കർഷകൻ.
അപ്പോൾ മണ്ണ് നന്നാക്കണമെങ്കിൽ, അതായത് നമ്മുടെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ടുള്ള രണ്ടാമത്തെ പോയിന്റ്സ്, മണ്ണ് നന്നാക്കണമെങ്കിൽ, ആ മണ്ണിന്റെ വളപുഷ്ടി ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഗ്രോ ബാഗിലുള്ള മണ്ണിന്റെ വളപുഷ്ടി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ മണ്ണിനെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആ ജൈവ വളപ്രയോഗം, ജീവാണു വളപ്രയോഗം, സമ്മിശ്ര കൃഷി, മണ്ണ് ജല സംരക്ഷണം, ജൈവ ചംക്രമണം, ജൈവ വേലി, ആവരണ കൃഷി, പുതയിടല്, സൂര്യതാപീകരണം, ഈ ഘടകങ്ങളെല്ലാം മണ്ണിലേക്ക് കൊടുത്താൽ ആ മണ്ണിന്റെ പുതു ജീവൻ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മണ്ണിനെ അറിയണം, മണ്ണിന്റെ ഭാഷയെ അറിയണം. അപ്പൊ മണ്ണിനെ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് പരുവപ്പെടുത്തി എടുക്കാനുണ്ട്, മണ്ണിന്റെ ജീവൻ നിലനിർത്താനുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ മണ്ണിന്റെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാൻ മണ്ണിന്റെ പരിശോധന ആവശ്യമാണ്. സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവുകളെ നമ്മൾ അത് മാറ്റിയെടുക്കണം. മണ്ണിന് ഏറ്റവും പ്രധാനമായിട്ട് അറിയുമ്പോഴും മണ്ണിന്റെ pH ആണ്, മണ്ണിന്റെ പുളിപ്പാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കുമ്മായം ഉപയോഗിക്കണം. അതിനോടൊപ്പം തന്നെ ജീവൻ നിലനിർത്താൻ വേണ്ടി ജൈവവള പ്രയോഗം വേണം. ആവശ്യമെന്ന ഘട്ടങ്ങളിൽ മാത്രം, അതായത് ഒരു ചെടിയുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം രാസവളങ്ങൾ ഉപയോഗിക്കാം. നമ്മുടെ കൃഷിയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള ജൈവവളങ്ങൾ ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലുമുണ്ട്. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, ചകിരി കമ്പോസ്റ്റ്, EM കമ്പോസ്റ്റ്, മിനറൽ കമ്പോസ്റ്റ്, കോഴിവളം, മത്സ്യവളം, ചാരം, പിണ്ണാക്ക്, ഇതൊക്കെ ഖരരൂപത്തിലുള്ളതാണ്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഗ്രോ ബാഗ് കൾട്ടിവേഷൻ ആയാലും മറ്റെപ്പോൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതായത് അത് കൂടുതൽ എക്സസ് വരികയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഉണക്കി ഖരരൂപത്തിലേക്ക് മാറ്റി വെക്കാം. രണ്ടാമത്തത് ദ്രാവക രൂപത്തിലുള്ളതാണ്, ബയോഗ്യാസ് സ്ലറി. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, കൃഷി ചെയ്യുമ്പോൾ നമ്മളുടെ മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജൈവവളമാക്കി മാറ്റുന്നതിൽ. അതിലൊരു പശുവും കൂടി ഉണ്ടെങ്കിൽ ബയോഗ്യാസ് ആയി. അതിനകത്തേക്ക് നൈട്രോജനിയസ് വേസ്റ്റുകളും ബാക്കിയുള്ളതും ഒക്കെ ഇട്ട് കൊടുക്കാം. ആ രീതിയിൽ വരികയാണെങ്കിൽ ബയോഗ്യാസ് സ്ലറി നല്ലതാകും. ഗോമൂത്രം ഉത്തമമായ ഒരു വളമാണ്, ഒരു കീടനാശിനിയും കൂടിയാണ്, അതായത് ഒരു രോഗനാശിനിയും കൂടിയാണ് ഗോമൂത്രം. അപ്പോൾ പശു പരിപാലനം കൂടെ നമുക്ക് കൃഷിയിൽ നല്ലതാണ്. ഇനി അതില്ല എങ്കിൽ അടുത്തതിലേക്ക് പോവാം. വെർമി വാഷ്, പഞ്ചഗവ്യം, ദശഗവ്യം, ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ്, അമൃതപാനി, ഇവയിൽ ഏതെങ്കിലുമെങ്കിലും നമ്മുടെ കൃഷിയിടത്ത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രോ ബാഗിലും ഒക്കെ ഉപയോഗിച്ചാൽ അതിന്റെ മണ്ണിന്റെ ഘടന മാറും. മണ്ണിന്റെ ഘടന മാറുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കൃഷിയിൽ നന്നാക്കി എടുക്കാൻ പറ്റും. രാസവളത്തിന്റെ പുറകെ ഓടേണ്ട കാര്യമില്ല, ജൈവവളം ഇട്ടുകൊടുത്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പം ജൈവവളത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി, മണ്ണിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. മണ്ണിനെ പരിപോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം? നിങ്ങൾക്ക് ഒരു പിടി മണ്ണുണ്ടെങ്കിൽ, അതായത് ഒരു ഗ്രോ ബാഗിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ മണ്ണിനെ നന്നാക്കി എടുക്കണമെങ്കിൽ മണ്ണിന്റെ ജീവൻ തിരിച്ചുപിടിക്കാൻ നേരത്തെ പറഞ്ഞ ജൈവവളം, ജീവാണുവളം, സമ്മിശ്ര അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ pH നമുക്ക് നിലനിർത്തണം. അപ്പൊ pH, അതായത് മണ്ണിന്റെ പുളിപ്പ് മാറ്റണമെങ്കിൽ ഗ്രോ ബാഗിലാണെങ്കിൽ 1 തുടങ്ങി 2 ടേബിൾ ടീസ്പൂൺ കുമ്മായം ഇട്ട മണ്ണിലാണ് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്യുമ്പോൾ, പോട്ടിംഗ് മിക്സർ നിർമ്മിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഇതിനെ എന്ത് ചെയ്യണം, കുമ്മായം ഇട്ട മണ്ണിന്റെ pH റെഡിയാക്കണം. അതോടൊപ്പം തന്നെ സൂര്യതാപീകരണം എന്നൊരു വാക്കും കൂടെ ഞാൻ പറഞ്ഞിരുന്നു. സൂര്യതാപീകരണം എന്ന് പറഞ്ഞാൽ 150 gauge ഉള്ള ഇത് എടുത്ത് മണ്ണിന്റെ മുകളിൽ 1 അടി കനത്തിൽ മണ്ണിട്ടതിന് ശേഷം അതിന് 45 ദിവസം സൂര്യപ്രകാശം അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള കംപ്ലീറ്റ് രോഗാണുക്കളും കീടങ്ങളും എല്ലാം തന്നെ നശിച്ചു പോകും. അപ്പൊ അത് നമുക്ക് ഏറ്റവും നല്ലൊരു ഇതായിരിക്കും. അതിനകത്തേക്ക് പുതിയ മീഡിയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി വളരെ വേഗത്തിൽ നന്നാകും. അപ്പം ആവശ്യമായ മൂലകങ്ങൾ pH നോക്കി, മണ്ണിന്റെ പുളിപ്പ് നോക്കി കുമ്മായം ഇട്ടാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, മണ്ണ് കഴുകി വൃത്തിയാക്കണം. എങ്ങനെയാണ് കഴുകുന്നത്? അതായത് മണ്ണ് കഴുകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടക്കെടുത്ത് കഴുകുകയല്ല ചെയ്യേണ്ടത്. ഏകദേശം 15 ദിവസത്തിനുള്ളിൽ നല്ല 2 തുടങ്ങി 3 മഴ കിട്ടുകയോ അതല്ലെങ്കിൽ 2 or 3 തവണ വെള്ളം ഒഴിക്കുകയോ ചെയ്യണം. ഒരു തടത്തിലാണെങ്കിൽ നിങ്ങൾ ആദ്യം കൂടുതൽ വെള്ളം ഒഴിക്കുക. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യം ഒഴിച്ചതിന്റെ പകുതി, ആദ്യം ഒരു 20 ലിറ്റർ ഒഴിക്കാമെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ഒരു 10 ലിറ്റർ ഒഴിക്കുക, മൂന്നാമത്തെ പ്രാവശ്യം ഒരു 5 ലിറ്റർ ഒഴിക്കുക. ഈ സമയത്ത് മണ്ണിലുള്ള ഈ പുളിപ്പ് കംപ്ലീറ്റ് താഴേക്ക് പെനിട്രേറ്റ് ചെയ്തിറങ്ങുകയും നമ്മൾ ഇട്ട ആ വെള്ളത്തിന്റെ ഇതുകൊണ്ട് പുട്ടിന് പൊടി നനച്ചതുപോലെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പില് മണ്ണ് കഴുകി വൃത്തിയാക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം 15 ദിവസം കഴിഞ്ഞ് നമ്മൾ മണ്ണിലേക്ക് നമ്മൾ മറ്റു ജൈവവളങ്ങളും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി ഉഷാറാവും. കാരണം മണ്ണിലുള്ള പുളിപ്പ് മാറ്റിയെടുക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിന് മണ്ണ് പരിശോധനയാണ് ഏറ്റവും
ഇമ്പോർട്ടന്റ്. മണ്ണ് പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മുമ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിന്റെ മുകളിൽ ഒരു തുള്ളി മണ്ണെണ്ണ വീണാല് നമ്മൾ കഴിക്കാത്ത പോലെ നമ്മൾ കൃഷിയിടത്തിൽ എന്തൊക്കെ രാസവളം ഇട്ട് കൊടുക്കുന്നുണ്ടോ കൊടുത്താൽ പോലും ചെടിക്ക് വലിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ ചെടിക്ക് വേണ്ടാത്ത ഒരു രീതിയിലേക്ക് മാറ്റുന്നത് pH ആണ്. അതായത് അലൂമിനിയത്തിന്റെയും അയണിന്റെയും കോമ്പൗണ്ട് അതിന്റെ ഒരു മിക്സർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൃഷിയെ വളരെ കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ മണ്ണിന്റെ പുളിപ്പ് മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കുമ്മായം ഇടാം. ഏതൊക്കെ കുമ്മായം ഇടാം? ഡോളമേറ്റ് ഇടാം, പച്ചക്കക്കായി. ഏറ്റവും നല്ലത് കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും റാപ്പിഡ് ആണ് ആക്ഷൻ. ഏറ്റവും പെട്ടെന്ന് മണ്ണിന്റെ പുളിപ്പ് മാറ്റും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നോർമലൈസ് ചെയ്ത് വരും. ഡോളമൈറ്റ് ആണ് എങ്കിലും ഇത് സാവധാനത്തിലാണ് നീങ്ങുക. ഈ ഡോളമൈറ്റിന്റെ പ്രവർത്തനം വളരെ പതുക്കെയായിരിക്കും. പക്ഷെ വേറെ കുഴപ്പമില്ല. അതിനകത്ത് ഒരു 13%, 100 കിലോ ഡോളമൈറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 13%, അതായത് 13 കിലോഗ്രാം, 100 കിലോയിൽ 13 കിലോ ഇത് മഗ്നീഷ്യം കൂടെ ഉണ്ട്. ഈ മഗ്നീഷ്യത്തിന്റെ പ്രാധാന്യം 17 മൂലകങ്ങൾ ചെടിക്ക് ആവശ്യമാണ്. അതിനകത്ത് ഹരിത സസ്യങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ മഗ്നീഷ്യം. ഇലയ്ക്ക് പച്ചനിറം കൊടുക്കുന്നതാണ്. അപ്പോഴേ ഇത്രയും നന്നാക്കി മണ്ണിനെ റെഡിയാക്കി എടുക്കുമ്പോൾ പിന്നെ ഉള്ളത് നമുക്ക് പച്ചക്കക്കയാണ്. പച്ചക്കക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. കടൽക്കക്കായും ഉണ്ട്, കായൽ കക്കായും ഉണ്ട്. ഏറ്റവും നല്ലത് കടൽക്കക്ക നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് അതിനെ പൊടിച്ചെടുക്കുന്നു. ഒരു ഔലൂസ് പൊടി പോലെ. അതിനകത്ത് വലിയ അരിമണി പോലെയുള്ള നമ്മുടെ അരിയുടെ വലിപ്പമുള്ള ഇത് നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഏരിയയിൽ അവശേഷിക്കുകയാണെങ്കിൽ മണ്ണിന്റെ pH ന്യൂട്രലാണ്. എന്നാൽ അത് കാണുന്നില്ല, നിങ്ങൾ ഇട്ട് കൊടുത്ത സ്ഥലത്ത് ആ വലിയ തരികൾ പോലും കാണുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ പറമ്പിലെ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച സ്ഥലത്തെ എന്താണ് pH കുറവാണ്. അതായത് pH ഇതാണെന്ന് പറഞ്ഞാൽ അസിഡിക് ആണ് എങ്കിൽ നമ്മൾ ഉടൻ തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചക്കക്ക ഇടുകയാണെങ്കിൽ അതൊരു ഇൻഡിക്കേറ്റർ പോലെ വർക്ക് ചെയ്യും, ഒരു സൂചകം പോലെ. എന്താണെങ്കിലും ഏറ്റവും നല്ലത് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ട്, ഡോളമൈറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 15. പച്ചക്കക്ക അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇട്ട ഉടൻ തന്നെ ഇല്ലെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടോ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് മണ്ണിന്റെ ഘടന മാറ്റി കിട്ടും. അതായത് മണ്ണിന്റെ pH മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് ഉഷാറായി. അതിനകത്തേക്ക് നമുക്ക് ജൈവവളങ്ങളോ ബാക്കിയുള്ളതോ ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ഘടകമായ മണ്ണിന്റെ പ്രവർത്തനം കഴിയും. ഈ മണ്ണിനെ ഒരുക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി മൂന്നാമത്തത് ഞാൻ പറഞ്ഞതിൽ 1 സൂര്യപ്രകാശം, 2 ജലം, മൂന്നാമത്തത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് വിത്ത് ഗുണം 10 ഗുണം. ഒരു വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കണം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഒരു കർഷകനായാൽ ആ വിത്തിനെ തിരഞ്ഞെടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഒരു നടീൽ വസ്തുവിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു വിത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇഷ്ടംപോലെ ക്വാളിറ്റികളുണ്ട്. അപ്പൊ ആ വിത്തിനെ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അതിനകത്ത് കുറച്ച് മാത്രം പറയാം. ഒരു 10, 50 തുടങ്ങി 100 പോയിന്റ്സ് ഉണ്ട് വിത്ത് തിരഞ്ഞെടുക്കല്. വിത്തിൽ പിഴച്ചാൽ നമ്മുടെ കൃഷി പിഴച്ചുപോയി. അപ്പൊ അതുകൊണ്ട് നല്ല ഒരു വിത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന്, നല്ല തുടം ഉണ്ടായിരിക്കണം. അത് നാടൻ ഭാഷയാണ്. അതായത് ഒരു നല്ല ഒരു ഭാരം, അതായത് ഒരു വിത്തിന് ഇത്രയാണ് ഭാരമെങ്കിൽ ആ ഒരു വിത്തിന് ആ ഭാരം ഉണ്ടായിരിക്കണം. നല്ല ആകാര ഭംഗി, രണ്ടാമത്തെ പോയിന്റ്, നല്ല ആകാര ഭംഗി ഉണ്ടായിരിക്കണം. വിത്തിന്റെ ഒരു മിനിയേച്ചർ അല്ല. ഒരു പയറെന്ന് പറഞ്ഞാൽ ആ പയർമണിക്ക് ഒരു വലിപ്പമുണ്ട്. അതിന്റെ തീരെ ചെറിയ ഒരു ഉരുണ്ട ഒരു ചെറിയ വിത്തിനേക്കാളും നമുക്ക് ആ പയർമണിക്ക് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു ശരാശരി വലിപ്പം അനുസരിച്ചിട്ട് ആ പയർമണി തിരഞ്ഞെടുക്കണം. അതിന്റെ ആകാര ഭംഗി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ്, കൃത്യമായ മൂപ്പെത്തിയ വിത്തുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ കൃത്യമായ ഉണക്കം കിട്ടിയ വിത്തുകളായിരിക്കണം. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തായിരിക്കണം. അതുപോലെ തന്നെ കീടങ്ങളെ അകറ്റി നിർത്താൻ ചെടിക്ക് കഴിവുള്ള ആ വിത്തുകളായിരിക്കണം. അതായത് രോഗ പ്രതിരോധ ശേഷിയുള്ള, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളായിരിക്കണം. അതായത് അടുത്ത പോയിന്റ് ആണ്, ഉൽപാദന ശേഷിയുള്ള വിത്തുകളായിരിക്കണം. പഴക്കം കുറഞ്ഞ വിത്തുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിക്ക് ഇണങ്ങിയ, അതായത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയത്. നമ്മൾ പച്ചക്കറി നടുമ്പോൾ 3 സീസൺ ഞാൻ പറഞ്ഞിരിക്കുന്നു: മഴക്കാലം, വേനൽക്കാലം, മഞ്ഞുകാലം. അപ്പൊ അതിനകത്ത് ഓരോ കാലാവസ്ഥയ്ക്കും ഇണങ്ങിയ പച്ചക്കറികൾ വെവ്വേറെയുണ്ട്. ആ ഇനങ്ങൾ, അതായത് വെള്ളം കൂടുതലുള്ള സമയത്ത് വെള്ളത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളത്, വെള്ളം കുറവുള്ള സമയത്ത് വെള്ളം കുറച്ച് കിട്ടിയാലും നമുക്ക് ഉൽപ്പന്നം തരുന്ന രീതിയിൽ. അതുപോലെ നമ്മുടെ ഏരിയയ്ക്ക് പറ്റിയ, നമ്മുടെ സ്ഥലത്തിന് പറ്റിയ തരത്തിലുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാം. നല്ല ജനിതക ശുദ്ധി, അതായത് ഒരു ഇനം എന്ന് പേര് പറഞ്ഞാൽ ആ ഇനം
അത് തന്നെ ആയിരിക്കണം. നല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ്, നല്ല അങ്കുരണ ശേഷി ഉണ്ടായിരിക്കണം. അതായത് 100 വിത്ത് എടുത്ത് നമ്മൾ മുളപ്പിക്കുകയാണെങ്കിൽ 98 എണ്ണവും മുളച്ചാലേ അതിന് വിത്ത് എന്ന് പറയാൻ പാടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്, രോഗ കീട ബാധ ഇല്ലാത്തതിനെ ഒരു വിത്ത് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അതായത് ഒരു സ്ഥലത്തു നിന്ന് ഒരു വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥലത്തോ അതിന്റെ പരിസരത്തോ ഒക്കെ രോഗങ്ങളും കീടങ്ങളും കൂടുതലുള്ളതാണ് എങ്കിൽ അതിനോടൊപ്പം തന്നെ ഇത് നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലേക്കും ട്രാൻസ്ഫർ ആയി വരും. അതുപോലെ തന്നെ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വേറൊരു ഇമ്പോർട്ടന്റ്, വിപണിയിൽ സാധ്യതയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കണം. നമ്മൾ ലാർജ് സ്കെയിലാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് വലിയ മത്തനൊന്നും നമുക്കിപ്പോ പറ്റത്തില്ല. കാരണം നമ്മൾ മനുഷ്യര് തന്നെ അണുകുടുംബത്തിലേക്ക് പോയി. ഞാന്, ഭാര്യ, കുട്ടി എന്നുള്ള കണ്ടീഷനിലേക്ക് വരുമ്പോൾ പണ്ടത്തെ പോലെ കൂട്ടുകുടുംബമാണെങ്കിൽ 5ഉം 8ഉം കൂട്ടുകുടുംബം ആകുമ്പോൾ 5ഉം 8ഉം കുടുംബങ്ങൾ ഉണ്ടാവും. അവിടത്തേക്ക് ഒരു 2 കിലോയോ 3 കിലോയോ മത്തനോ ഒന്നും ഒരു വിഷയമല്ല. പക്ഷെ ഇപ്പോഴത്തെ അണുകുടുംബത്തിലേക്ക് മാറുമ്പോൾ ഈ ചെറിയ ഇത് പറ്റത്തില്ല. പിന്നെ ഏറ്റവും ചെറിയ രീതിയിലുള്ള മത്തനും ബാക്കിയുള്ളതുമാണ് വേണ്ടത്. അതുകൊണ്ട് ചെറിയ ഇനങ്ങൾ തിരഞ്ഞെടുക്കണം. പാവൽ, പടവലം, മത്തൻ, കുമ്പളം, ഇതൊക്കെ. അതുപോലെ തന്നെ പയറിന്റെ നിറങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ല വിത്ത് ഒരു ഇതിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കും. അതായത് ഒരു വള്ളിപ്പയറിലാണ് എങ്കിൽ അത് ഏറ്റവും നല്ല കർഷകനെ അറിയാൻ കഴിയുള്ളൂ. നല്ല ഒരു കർഷകൻ, അതായത് നല്ല അനുഭവ സമ്പത്തുള്ള ഒരു കർഷകന് കൃത്യമായിട്ടും ഇന്ന സ്ഥലത്താണ് നേരത്തെ പറഞ്ഞ ഗുണമേന്മയുള്ള, നല്ല തുടമുള്ള, നല്ല ആകാര ഭംഗിയുള്ള, നല്ല മൂപ്പുള്ള, രോഗപ്രദേശം, ഇങ്ങനെയുള്ള ഒരു വിത്തിനെ കണ്ടെത്താൻ കർഷകന് അവന്റെ അനുഭവ സമ്പത്ത് വളരെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അതില് ഒരു പയറ്, അതായത് ഒരു വള്ളിപ്പയർ എടുക്കുകയാണെങ്കിൽ അതിന്റെ നടുവിലത്തെ വിത്തുകളാണ് ഏറ്റവും നല്ല വിത്തുകൾ. ഒരു പാവല്, അതായത് കയ്പ വിത്ത് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 3 അല്ലെങ്കിൽ 4 വിത്തേ ഉള്ളൂ നേരത്തെ പറഞ്ഞ ഗുണമേന്മ ഏറ്റവും കൂടുതൽ. പക്ഷെ മിക്സഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുക, അതിനെ സ്ക്രൂട്ടിനി ചെയ്യാൻ കർഷകന് നല്ല ഐഡിയാസ് ഉണ്ട്. അതായത് അദ്ദേഹം എന്ത് ചെയ്യും, നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു കയ്പ വിത്ത് നല്ല മുള്ളൊക്കെ ചുമക്കാൻ തുടങ്ങിയ ഒരു കയ്പ വിത്താ കിട്ടുന്നതെങ്കിൽ ആ കയ്പ വിത്തിൽ 35 തുടങ്ങി 40 വിത്തുകൾ ഉണ്ടാവും. ഈ വിത്തുകളെ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് ഈ 40 വിത്തില് ഞാൻ നേരത്തെ പറഞ്ഞ 3 അല്ലെങ്കിൽ 4 വിത്തേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ ഗുണമേന്മ ഏറ്റവും കൂടുതലുള്ളൂ, അതെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, വെള്ളത്തില് ഈ വിത്ത്, ഉണങ്ങിയ വിത്ത് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ 3 അല്ലെങ്കിൽ 4 എണ്ണമേ താഴേക്ക് വരുള്ളൂ. ആ വിത്താണ് ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ളത്. അങ്ങനെ തിരഞ്ഞെടുക്കുക. അപ്പൊ ഇതേ രീതിയിൽ കർഷകന് കുറേ ടിപ്സുകൾ അറിയാവുന്നവരുണ്ട്. ആ രീതിയിൽ വിത്ത് തിരഞ്ഞെടുക്കുക. ഇനി അടുത്തത് നമുക്ക് 4ാമത്തെ പോയിന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ 3 പോയിന്റ്സ് കഴിഞ്ഞു. 1 സൂര്യപ്രകാശം, 2 നമ്മളുടെ മണ്ണ്, 3 വിത്ത് ഗുണം, 10 ഗുണം. അപ്പൊ വിത്തില് നമുക്ക് വളരെ കൂടുതൽ ശ്രദ്ധിക്കാനുണ്ട്. അടുത്തത് മണ്ണൊരുക്കം. ഈ മണ്ണൊരുക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പെണ്ണുങ്ങൾ ഒരുങ്ങുന്നതിന് തുല്യമാണ്. അതായത് A to Z. ഒരു കൃഷി ആരംഭത്തിൽ തുടങ്ങി ഏറ്റവും അവസാനം അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് വരെ എന്തെങ്കിലും ചെറിയ പണികൾ ഉണ്ടാകും. അപ്പൊ കൃഷിയിൽ ഏറ്റവും പ്രാധാന്യം നൽകി നടപ്പിലാക്കേണ്ട ഒരു കൃഷി പദ്ധതിയാണ് മണ്ണ് ഒരുക്കം എന്ന് പറയുന്നത്. മണ്ണൊരുക്കം. അത് ഈ മണ്ണ് അറിഞ്ഞ് കൃഷി ചെയ്യണം, മണ്ണിന്റെ മനമറിഞ്ഞ് കൃഷി ചെയ്യണം. അതായത് കൃഷിയിടത്തിലെ നല്ലൊരു കർഷകൻ ഒരു കൃഷിഭൂമിയിൽ ചവിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഭൂമിയിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ആ മണ്ണിന്റെ പ്രത്യേകതകൾ. അതേ രീതിയിൽ, അതായത് മണ്ണിന്റെ രചന, ഘടന, ഈ ടേംസ് ഒന്നും നിങ്ങൾ അറിയണ്ട, എന്നാൽ പോലും ആ പച്ചക്കറി നടുന്ന സ്ഥലത്ത് നല്ല നീർവാർച്ചയുള്ളതായിരിക്കണം, നല്ല മണൽപ്പറ്റുള്ളതായിരിക്കണം, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കെട്ടിക്കിടക്കാത്തതായിരിക്കണം. ഇതൊക്കെ അറിയുന്ന ആ ഒരു കഴിവ്, ആ ഒരു അനുഭവ സമ്പത്ത്. അതുപോലെ തന്നെ pH അറിഞ്ഞിരിക്കണം, EC അറിഞ്ഞിരിക്കണം, ഇലക്ട്രോൺ കണ്ടക്ടിവിറ്റി. ജൈവവളമാണെങ്കിലും രാസവളമാണെങ്കിലും അയോണുകളുടെ രൂപത്തിലാണ് ചെടി വലിച്ചെടുക്കുന്നത്. അപ്പോൾ ECക്ക് വളരെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ വാപ്പസ എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ട്. അതായത് മണ്ണിന് എപ്പോഴും ഉലർന്നു കിടക്കണം. അതായത് മണ്ണിലെ 50% ജലാംശവും 50% വായു തന്മാത്രയും ഉണ്ടാകണം. തീരെ ചെറിയ രചനയിലും ഘടനയിലും ഒക്കെ മാറ്റം വരുമ്പോൾ, അതായത് വെള്ളക്കെട്ട് വരുമ്പോൾ, നമ്മുടെ പ്രളയം വന്നപ്പോഴൊക്കെ പല ചെടികളും നശിച്ചു പോകാനുള്ള കാരണം മണ്ണിനകത്തുള്ള ജലാംശത്തിന്റെ അളവ് കൂടുകയും വായുവിന്റെ അളവ് കുറയുകയും ചെയ്തപ്പോൾ നമ്മുടെ പല ചെടികളും നശിച്ചു പോയത്. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മണ്ണിനൊരു ഇളക്കം വേണം. മണ്ണിന്റെ ഇടയ്ക്കൂടെ ഉള്ള വായു തന്മാത്രകളുടെ പോക്ക് നമ്മൾ നോക്കണം. മണ്ണിലെ ജൈവാംശം നിലനിർത്തണം. അതുപോലെ തന്നെ കള നിയന്ത്രണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു കൃഷിക്ക്. അതുപോലെ തന്നെ മണ്ണിന്റെ
ഊബ് വർദ്ധിക്കണം. അതായത് മണ്ണിര എന്ന് പറയുന്ന ആള്, അതായത് മണ്ണിരയുടെ കൃത്യനിർവഹണത്തിനുള്ള ഒരു അന്തരീക്ഷ ഊഷ്മളത നമ്മുടെ മണ്ണിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഊബ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. അതായത് അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ജൈവ വളക്കൂട്ടുകൾ മണ്ണിൽ ഇട്ട് കൊടുക്കുക. കർഷകന്റെ ഏറ്റവും വലിയ മിത്രമായ മണ്ണിര നമ്മുടെ മണ്ണിൽ വേണം. ഇപ്പോഴ് നമ്മൾ കളച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്ലാസ്റ്റിക്കിന്റെ കഷ്ണമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ മണ്ണിരയായിരുന്നു. അപ്പൊ നല്ല മണ്ണ് എന്ന് പറഞ്ഞാൽ ചെറിയ മക്കളുടെ കവിള് നുള്ളുന്ന പോലെയാണ്. നമ്മുടെ കൃഷിയിടത്തിലുണ്ട്. അത് നമ്മുടെ കൃഷിയുടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ശരിക്കും കരിങ്കല്ലിൽ പിടിക്കുന്നത് പോലെ ആയിരിക്കും, അത്രയും സ്ട്രോങ് ആയിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു പശുവിന്റെ തൊഴുത്തിന്റെ അടുത്തുള്ള സ്ഥലത്ത് അതിന്റെ ഗോമൂത്രവും ചാണകവും ഒക്കെ വീണ സ്ഥലത്താണെങ്കിൽ അവിടുത്തെ മണ്ണ് വളരെ സോഫ്റ്റ് ആയിരിക്കും, അവിടെ ചവിട്ടുമ്പോൾ ഒരു പദം വന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ മണ്ണൊരുക്കത്തിൽ ശ്രദ്ധിക്കണം. മണ്ണൊരുക്കത്തിൽ തന്നെയാണ് ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്, ഒരു വിത്ത് എങ്ങനെ നടണം എന്ന് ഒരു കർഷകൻ അറിഞ്ഞിരിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിന്റ് ആണ് വിത്ത് നടുമ്പോൾ എത്ര താഴ്ച വേണം. അത് നിങ്ങൾ ഗ്രോ ബാഗിലായാലും നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള തുറസായ സ്ഥലത്താണെങ്കിലും ഒരു വിത്ത് നടുമ്പോൾ ആ വിത്തിന്റെ മുകളിൽ എത്ര മണ്ണ് വീഴാം. നമ്മളൊരു പയറൊക്കെ നടുകയാണെങ്കിൽ നിങ്ങൾ ചൂണ്ടുവിരൽ കൊണ്ട് ഒറ്റ കുത്തു ഒരു 2 ഇഞ്ച് വരെ താഴെ പോകും. അതിനകത്തേക്കും പയർമണി ഇട്ട് ഒരു മണ്ണ് ഇട്ട് മൂടി പോകുന്ന രീതിയാണ്. അത്രയും മണ്ണ് വീണാൽ ആ പയറ് കേടായി പോവുകയേ ഉള്ളൂ, അത് കിളിച്ചു പൊങ്ങത്തില്ല. അപ്പൊ അതുകൊണ്ട് അതായത് അതിന് കർഷകന് അറിയാവുന്ന ഏറ്റവും സിമ്പിളായ ഐഡിയ ഇത്രയേ ഉള്ളൂ. ആ വിത്തിന് എത്ര ഭാരമുണ്ട്, ആ ഭാരത്തിനപ്പുറത്ത് അത്രയും മണ്ണേ അതിന്റെ മുകളിൽ വീഴാൻ പാടുള്ളൂ. അങ്ങനെ ആ ഇത് ശ്രദ്ധിക്കണം. അപ്പം നമ്മളൊരു പയർമണി നടുകയാണെങ്കിൽ ആ പയർമണിയുടെ മുകളിൽ എന്ത് ചെയ്യണം, ആ പയർമണിയുടെ അത്രയും ഭാരമുള്ള മണ്ണേ വീഴാൻ പാടുള്ളൂ. അതിന്റെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ അല്ലെങ്കിൽ 5 ഇരട്ടിയോ കൂടുതലിട്ടാൽ അതിന്റെ മുളയ്ക്കുന്ന ശേഷി തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് അതിന്റെ അടിയിൽ കിടന്ന് എന്ത് ചെയ്യും, ചീഞ്ഞു പോകാനുള്ള ചാൻസ് വരും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നേക്കാൾ ഉപരി നിങ്ങൾ അനുഭവ സമ്പത്തിലുള്ളവരാണ്. നിങ്ങൾ ചീര നടുമ്പോൾ ഇങ്ങനെയല്ല മണൽ കൂട്ടിയിട്ട് വെതറിയിടുകയുള്ളൂ, അതിന്റെ മുകളിലേക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ ചീര പോയെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ പയർമണി കഴിയുമ്പോഴും ഈ കാര്യം നോക്കാം വേണ്ട. അപ്പൊ വലിപ്പമല്ല അതിന്റെ ഭാരമാണ് ഇമ്പോർട്ടന്റ് എന്ന് കരുതുക. ഇനി രണ്ടാമത്, ഒരു വിത്ത് നടുമ്പോൾ അത് അടുത്ത ചെടിയുമായിട്ട് തമ്മിലുള്ള അകലം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ തെങ്ങ് വയ്ക്കുന്ന അകലത്തിലല്ല കവുങ്ങ് വയ്ക്കുന്നത്, കവുങ്ങ് വയ്ക്കുന്ന അകലത്തിലല്ല വാഴ വയ്ക്കുന്നത്. ഇതേപോലെ പച്ചക്കറിയിലേക്ക് പോവുകയാണെങ്കിൽ ചീര അടുപ്പിച്ച് നടാറുണ്ട്. ശരിക്കും വെണ്ട കുറച്ചും കൂടെ അകലം, മുളക് ഈക്വൽ ആയിട്ട് വരും. ഇനി വഴുതനയാണെങ്കിൽ കുറച്ചും കൂടെ അകലത്തില്. അപ്പൊ ഈ അകലം എങ്ങനെയാണ് ഒരു കർഷകൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഗ്രോ ബാഗ് ആണെങ്കിൽ ഇച്ചിരി നമുക്ക് അകത്തി വയ്ക്കാം. നമ്മൾ ഓപ്പൺ ഫീൽഡിലാണെങ്കിൽ തുറസായ സ്ഥലത്താണെങ്കിൽ കുഴിയെടുത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ച് നടല് പോസിബിൾ അല്ല, അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതും കൂടെ അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യണം. അപ്പൊ നടുന്നതിന്റെ അകലം എന്ന് പറഞ്ഞാല് നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് കൃഷിയിലും നമ്മുടെ വിളകളെ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒരു മകനെ അല്ലെങ്കിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന മകൻ ഒരു ഡോക്ടർ ആകണം എന്ന കണക്കിന് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ അവൻ പടർന്ന് പന്തലിക്കുന്നത് പോലെ തന്നെ ചെടികൾക്ക് പടർന്ന് പന്തലിക്കുമ്പോൾ, അതായത് ആ ചെടി വലുതാകുമ്പോൾ തൊട്ടടുത്ത ചെടികളുടെ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത അകലം, അതായത് തൊട്ടടുത്ത ചെടി എത്ര പരപ്പിൽ വളരുമെന്നോ ആ ഇത് തൊട്ടടുത്ത ചെടിയുടെ സൂര്യപ്രകാശത്തിന്റെ കൊയ്ത്തിനെ തടസ്സപ്പെടുത്താത്ത, ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത അകലം, അത് ഒന്നാമത്തെ പോയിന്റുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അപ്പോ ഏതൊരു വിത്ത് തൈ നടുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു വിത്ത് നടുമ്പോഴും ആ ചെടിയെ നമ്മുടെ മനസ്സിൽ അത് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വലുപ്പത്തെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടാത്തതായിരിക്കണം. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻസ് ഇതിന്റെ സമയം, അതായത് വേനൽക്കാലം മഴക്കാലം, പച്ചക്കറിയിൽ വരുമ്പോൾ വേനൽക്കാലം മഴക്കാലം അതുപോലെ തന്നെ മഞ്ഞുകാലമാണ്. അദ്ദേഹത്തെ വേനൽക്കാലവും മഴക്കാലവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അതിന്റെ സമയം നോക്കി നടണം. അതായത് നമ്മുടെ ഇമ്പോർട്ടൻസ് അതിന് മുമ്പുള്ളതുകൊണ്ട് ആ സീസണിന് പറ്റിയ വിത്ത് എടുക്കാൻ പാടുള്ളൂ. രണ്ടാമത്തത് സമയം നോക്കി നടണം. അതായത് വേനൽക്കാലത്ത് വെള്ളത്തിന്റെ ഉപയോഗം വളരെ കുറവ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് വളരെ കുറച്ചേ ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു തടമെടുത്ത് എന്ത് ചെയ്യണം, വേനൽക്കാലത്ത് നടണം. എന്നാൽ മഴക്കാലത്ത് തടമെടുത്ത് നട്ടാൽ പണി കിട്ടും. അപ്പം മഴക്കാലത്ത് എന്താണ്, തട്ടുകളെടുത്ത് കൃഷി ചെയ്യണം. ഒരു ഇച്ചിരിയും കൂടെ ഉയരത്തില്, അതായത് നീർവാർച്ച ഉള്ള ഉയരത്തില് മുകളില് ആയിരിക്കണം കൃഷി ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്.
ഇനി അടുത്തത് ആ വരി നിര ഓരോ ഇനങ്ങള് അതിന്റെ രീതി ക്രമപ്പെടുത്തണം. അതുപോലെ തന്നെ അടിവളമായിട്ട് ജൈവവളം ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഇനി രാസവളം മറ്റും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫോസ്ഫേറ്റ് വളങ്ങള് അടിവളമായിട്ട് മുഴുവൻ ഡോസും കൊടുക്കാവുന്നതാണ്. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനമായി. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റിലേക്ക് കടക്കാണ്, ഒരു വിത്ത് കിട്ടി ആ വിത്തിനെ മുളപ്പിച്ചെടുക്കാൻ ഉള്ള മാർഗം എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ വിത്ത് തെരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് ആ വിത്തിനെ ഒന്ന് മുളപ്പിച്ചെടുക്കുക. നിങ്ങൾ പെട്ടെന്ന് പറയും പച്ചവെള്ളത്തിലിട്ട് കുതിർത്ത് കുറച്ച് 6 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ വെച്ചതിന് ശേഷം നട്ടുള്ളൂ, മുളച്ച് പൊട്ടും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ മീഡിയ, അതായത് പച്ചവെള്ളം കൊടുക്കാം. അതുപോലെ തന്നെ വേറെ ഏതൊക്കെ, ഇത് വിത്ത് കുതിർക്കാൻ ആദ്യത്തെ ഉറങ്ങിക്കിടക്കുന്ന ജീവാംശത്തെ ഉണർത്തിയെടുക്കാൻ വേണ്ടി കൊടുക്കുന്ന മീഡിയ, ആ മാധ്യമം എന്താണ്? അതില് നമ്മൾ പച്ചവെള്ളം കൊടുക്കും, ചെറു ചൂടുവെള്ളം കൊടുക്കും, കഞ്ഞിവെള്ളവും പച്ചവെള്ളവും കൂടെ കലർത്തിയിട്ട് കൊടുക്കും, ചാണകപ്പാല് കൊടുക്കും, കരിക്കിന്റെ വെള്ളം കൊടുക്കും, കട്ടൻ ചായ തണുപ്പിച്ചു കൊടുക്കും, പശുവിൻ പാല് കൊടുക്കും, സൂഡോമോണസ് കൊടുക്കും, ഹോർമോണുകൾ കൊടുക്കും. അതുപോലെ തന്നെ കൈകളിലേക്ക് വരാം. ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സുകൾ ഇതേപോലെ ഇഷ്ടംപോലെ ഉണ്ട്. അതായത് ചൂടുവെള്ളം കൊടുത്തു കഴിഞ്ഞാല് അത് ചൂടുവെള്ളം എത്രയാണ്? ഇപ്പൊ നെല്ലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ ചൂടുവെള്ളം കൊടുക്കുകയാണെങ്കിൽ 50 ഡിഗ്രി ടെമ്പറേച്ചർ. അപ്പൊ മക്കള് മുഴുവൻ അതിന് ഹലോ പച്ചവെള്ളമാണെങ്കിൽ നമുക്ക് നോർമൽ കേസിൽ. ഇനി സ്റ്റാർച്ച് ബേസ്ഡ് ആകുന്നതുകൊണ്ടാണ് കഞ്ഞിവെള്ളവും പച്ചവെള്ളവും, അതായത് കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് എടുത്താൽ പച്ചവെള്ളവും എടുത്തിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അതിനകത്തിടാം. അതുപോലെ തന്നെ ചാണകപ്പാല് 10 ഗ്രാം ചാണകം, പച്ച ചാണകം എടുത്ത്, നിങ്ങൾക്ക് അറിയാലോ, പച്ച ചാണകം എടുത്ത് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം അതിനകത്ത് വയ്ക്കുക. അതിനകത്ത് എന്താണ് അസറ്റോഗെയിനുകൾ തുടങ്ങിയിട്ടുള്ളത് ഉണ്ട്. കരിക്കിൻ വെള്ളത്തില് അസറ്റോഗെയിനുകൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഹോർമോണുകളുണ്ട്. റൂട്ട് പ്രൊമോട്ടിങ്ങിനും ഇതിനും എല്ലാത്തിനും പറ്റുന്ന, ജെർമിനേഷനും പറ്റുന്ന ഹോർമോണുകളുടെ ഒരു കേന്ദ്രമാണ് എന്ത്? കരിക്കിന്റെ വെള്ളം. അപ്പൊ ഒരു ഔൺസ് കരിക്കിൻ വെള്ളവും അത്ര തന്നെ പച്ചവെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി കട്ടൻ ചായ എന്ന് പറയുന്നത് നമ്മുടെ ചെറു വിത്തുകളുണ്ട്, ചെറിയ വിത്തുകൾ. നമ്മുടെ കർണാടകയിലേക്ക് പോകുകയാണെങ്കിൽ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി തുടങ്ങിയവ, ഇവയൊക്കെ കട്ടൻ ചായ തണുപ്പിച്ചതിന് ശേഷം അതിലേക്കാണ് ഇട്ട് കൊടുക്കുക. അതാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജെർമിനേഷൻ നടക്കുന്നത്, അതായത് ഏറ്റവും വേഗത്തില് അത് മുളച്ച് വരാനുള്ള പ്രവണത കാണിക്കാറുണ്ട്. ഇനി പശുവിൻ പാല്, ഇത് വലിയൊരു സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയത്തില്ല. നാടൻ പശുവിന്റെ പാല് ഏറ്റവും ഉത്തമമാണ്. നേരത്തെ പറഞ്ഞ വിത്തുകളുടെ സെലക്ഷനിൽ നമ്മുടെ അങ്കുരണ ശേഷിയുണ്ടോ, രോഗപ്രതിരോധ ശേഷിയുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അതിന്റെ ആകാര ഭംഗിയൊക്കെ നമുക്ക് കിട്ടിയ വിത്തിനെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മീഡിയ പാലാണ്, പശുവിന്റെ പാൽ. അത് നാടൻ പശുവിന്റെ പാലാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഈ പയർവിത്ത് അല്ലെങ്കിൽ ഒരു പയർവിത്ത് കിട്ടും, ഒരു പയർവിത്ത് അല്ലെങ്കിൽ 2 പയർവിത്ത്, അതല്ലെങ്കിൽ തീരെ ചെറിയ ഇതില് പശുവിന്റെ പാലിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ വിത്തുകളായാൽ ഇത് ആപ്ലിക്കബിൾ അല്ല, ഇത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പശുവിൻ പാല്, ഇപ്പൊ ഒരു വിത്ത് നിങ്ങൾക്ക് ഒരു റെയർ വിത്ത് കിട്ടുകയാണ്, നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ഒരു വിത്ത് കിട്ടി, ആ വിത്ത് മാത്രമേ അദ്ദേഹത്തിന്റെ അടുത്ത്, ബാക്കിയുള്ളതെല്ലാം നട്ടുപോയി. നമ്മുടെ ആഗ്രഹം കൊണ്ട് അദ്ദേഹം ആ ബാക്കി ഉണ്ടായിരുന്ന ഒരു വിത്ത് തന്നു. അത് അദ്ദേഹം ഒഴിവാക്കിയതായിരിക്കാം. പക്ഷെ അതിനെ മുളപ്പിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. നാടൻ പശുവിന്റെ പാല്, അതായത് കറന്ന് എടുക്കുന്ന പാലിന്റെ അകിടിന്റെ ചൂടുള്ള, അതായത് കറന്നെടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടല്ല, ആ കറന്ന ഉടൻ തന്നെ അതൊരു സ്പൂണിൽ എടുത്ത് റെഡിയാക്കി അതിനകത്തേക്ക് ആ വിത്ത് ഇട്ട് വെക്കുക. ഒരു വിത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു വിത്ത് മുളപ്പിച്ചെടുക്കാൻ അത് മതി. അതിന് ശേഷം 6 മണിക്കൂർ തുടങ്ങി 12 മണിക്കൂറിന് ശേഷം അത് മൃദുവായി ശുദ്ധജലത്തിൽ കഴുകി കളയണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇതിന്റെ പാലിന്റെ പാടയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറുമ്പ് വന്ന് അതിനെ നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഭദ്രമായിട്ട് അതിനെ മുളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സ്യൂഡോമോണസ്, അതൊരു രോഗകീടനാശിനിയായിട്ടുള്ളതാണ് സ്യൂഡോമോണസ്. അതൊരു ഗ്രൂപ്പ് ഓഫ് അണുക്കളുടെ ഒരു ഇതാണ്. അതുപോലെ തന്നെ ഹോർമോണും ഉണ്ട്. അതായത് തണ്ട് മുറിച്ച് വയ്ക്കുന്ന ഇതിനൊക്കെ ആണെങ്കിൽ ഹാർഡ് വുഡ്, സെമി വുഡ്, അങ്ങനെയൊക്കെയുള്ള ഓരോ തണ്ടുകളുടെയും ബലത്തിനനുസരിച്ചിട്ട് വിവിധ തരം ഹോർമോൺ. അപ്പൊ തൈയാണ് ഉപയോഗിക്കുന്നതിൽ ഇത്രയും കാര്യങ്ങളെ, വിത്ത് മുളപ്പിക്കുന്ന മാധ്യമങ്ങൾ, അത് നിങ്ങൾ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ചുരുക്കത്തിൽ പറയാം, ഒരു കുട്ടിക്ക് 1 ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുന്നു, 1 ഗ്ലാസ്
ചൂടുവെള്ളം കൊടുക്കുന്നു, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൊടുക്കുന്നു, ഒരു ഗ്ലാസ് കരിക്കിന്റെ വെള്ളം കൊടുക്കുന്നു, ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നു. ഏറ്റവും നല്ലത് പാല് എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും നല്ലത് പാലാണ്. അതിന്റെ തൊട്ടു താഴെയുള്ള കരിക്കും വെള്ളമോ ബാക്കിയുള്ളതോ കൊടുത്ത് ചെടിയെ ഉഷാറാക്കി. ഒരു തൈയാണ് നിങ്ങൾ നടുന്നതെങ്കിൽ തൈ നട്ടാലുള്ള പ്രത്യേകത 15 ദിവസം നേഴ്സറിയിൽ നിൽക്കുന്നതാണ് പച്ചക്കറി തൈകൾ. അപ്പം അത് കൊണ്ടുവന്നാൽ വളർച്ചാഘട്ടം 15 ദിവസം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലാൻഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴോ ബാക്കിയുള്ളതിനോ അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സീസൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പച്ചക്കറിയിലെ ഏറ്റവും പുതിയ ടെക്നോളജി ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ വഴുതന, മുളക് തുടങ്ങിയവയ്ക്കാണ്. അപ്പൊ അതിനകത്തേക്ക് വഴുതന ഇനങ്ങളിൽ പിന്നെ കാട്ടുവഴുതന ഇനങ്ങളിൽ പറ്റിയിട്ടുള്ള സാധനങ്ങളുമായിട്ടാണ് ലിങ്ക് ചെയ്യുക. തക്കാളി ഒക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടും. അപ്പൊ അത് ഒരു 3 വർഷത്തേക്ക് ഒരു തൈ നട്ടാൽ മതി. അത് ഓരോ വർഷം കഴിയുമ്പോഴും പ്രൂൺ ചെയ്യണം. ഗ്രാഫ്റ്റിന്റെ അടിവശത്തേക്കല്ല, റൂട്ട് സ്റ്റോക്കിന്റെ അടുത്തേക്കല്ല, എന്റെ മുകൾ ഭാഗം. പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകള് അതെന്തായിരിക്കാം, അതിന് അങ്ങനെയുള്ളവയും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇലയിലെ പച്ചനിറം കൂടുതലുണ്ടോ എന്ന് നോക്കണം. രോഗകീട ബാധ ഇല്ലാത്തതായിരിക്കണം. നമ്മൾ നടുമ്പോൾ പിന്നെ തണ്ടിന്റെ കനം കൂടുതലുള്ളതാണെങ്കിൽ നല്ലത്. നമ്മൾ തൈ എടുക്കുമ്പോൾ അതിനകത്ത് വേര് കൂടുതലുണ്ടെങ്കിൽ തൈകൾ ഉപയോഗിക്കുമ്പോൾ ഇത് ഇത്രയുമാണ്. തൈകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, തൈകൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ കടവണ്ണം ഏറ്റവും മണ്ണുമായിട്ട് ചേരുന്നതിന്റെ മുൾഭാഗത്ത് പിന്നെ കനമുള്ള തണ്ടായിരിക്കണം, കൂടുതൽ വേരുള്ളതായിരിക്കണം, ഇലകൾക്ക് നല്ല പച്ചക്കളർ ഉണ്ടായിരിക്കണം, നല്ല കരുത്തുള്ള ഗ്രോത്തുള്ള ഇതായിരിക്കണം. ഇത് തന്നെ ഉപയോഗിക്കുമ്പോൾ വേറൊരു കാര്യം, ആ ഒരു ഇത് 100, 98, 90 അങ്ങനെയുള്ള സീഡ്ലിങ്സ് ട്രെയിലായിരിക്കും നമുക്ക് കിട്ടുക. അതിനകത്ത് രോഗങ്ങളെ ബാധിച്ച സ്ഥലത്തു നിന്നാണെങ്കിൽ പരമാവധി അവിടുന്ന് തൈകൾ എടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി തൈകൾ നടുമ്പോൾ 2 തൈകൾ നട്ടാല് ഒരു ഗുണമുണ്ട്. ഒരു ഗുണമെന്ന് പറഞ്ഞാല് ശരിക്കും ഇവയ്ക്കൊരു ഇടയ്ക്ക് ഒരു മത്സരം ഉണ്ടാകും. ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ദീർഘകാല വിളകൾക്കാണ് അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി, കീടപ്രതിരോധ ശേഷി എന്നിവ കൂടും. പിന്നെ ആ രോഗത്തിന്റെ പ്രതിരോധ ശേഷിയും കൂടും, കീടത്തെ പ്രതിരോധ ശേഷിക്ക് കൂടുതലുണ്ടാവും, വിളവർധനം ഉണ്ടാവും. നമുക്ക് പിന്നെ 3 വർഷത്തേക്ക് പ്രൂൺ ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് പണിക്കൂലി ബാക്കിയുള്ളതെല്ലാം കൂട്ടാം. ഇനി അടുത്തത് കൃഷിയിടം. നമ്മുടെ മണ്ണൊരുക്കത്തിൽ വരുന്നതാണ്. കൃഷിയിടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ കൃഷിയിടം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ ചങ്ങാതി ചെടികള് കൃഷിയിടത്തിൽ ഉണ്ടാക്കുക. എന്താണ് ഈ ചങ്ങാതി ചെടികൾ? അത് നമുക്ക് ആര്യവേപ്പ്, ആടലോടകം, ജമന്തി, ബന്തി ഇവയൊക്കെ നമ്മുടെ കൃഷിയിടത്തില് നമ്മൾ അവിടെ ഇവിടെയും ഒക്കെ നട്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഇതിലേക്കായിരിക്കും കീടങ്ങൾ വന്നിരിക്കുക. അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ ചില സ്മെല്ലുകള് ചില കീടങ്ങളെ റിപ്പൽ ചെയ്യും, അതായത് അകറ്റി നിർത്തും. അപ്പൊ ഇതൊക്കെ ഈ ചങ്ങാതി ചെടികളെ നമ്മുടെ കൃഷിയിടത്തിൽ നടത്തുക. അതിപ്പോ ഗ്രോ ബാഗിലാണെങ്കിൽ 2 ചെണ്ടുമല്ലിയും കൂടെ നട്ടേക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ഓപ്പൺ ഫീൽഡിലാണെങ്കിൽ അതിന്റെ കൂടെ എന്തായിരിക്കാം, 2 ജമന്തിയും ബന്തിയും ഒക്കെ നടുക. അതിന്റെ ഇടയ്ക്ക് ആര്യവേപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ആടലോടകം ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് നമുക്ക് ജൈവ കീടനാശിനി ഉണ്ടാക്കാനും ബാക്കിയുള്ളതിനൊക്കെ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഈ കുറച്ച് പ്രാണികളെയും കൂടെ ഒന്ന് ക്ഷണിക്കണം. അതായത് ഈ പിന്നെ ചില പ്രാണികളെ നമുക്ക് നമ്മുടെ ചങ്ങാതി പ്രാണികൾ എന്ന് തന്നെ പറയാം. അതായത് കൃഷിയിടത്തില് നിത്യസന്ദർശകരാകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ കൃഷിയിടത്ത്. ഏതൊക്കെയാണ്? തേനീച്ച വന്നാലേ പരാഗണം നടക്കുകയുള്ളൂ. അത് വേറൊരു രീതിയിൽ പറഞ്ഞാല് നമ്മുടെ കൃഷിയിടത്തിൽ വലിയ സഹായം ചെയ്യാറുണ്ട്. വയനാട്ടിലൊക്കെ ആണെങ്കിൽ ആനകളെ വരട്ടാൻ വരെ തേനീച്ചയുടെ വിഭാഗത്തിലുള്ള കടന്നലുകളെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ മൂങ്ങ വരുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ എലിയുടെ ശല്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. 8 ഒക്കെ ഉണ്ടെങ്കിൽ ചെറു കീടങ്ങളെ തിന്ന് നശിപ്പിക്കും. കാക്ക, കുരുവി, മൈന, ഒരു ലിമിറ്റ് വിട്ട് കൂടുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയ കീടങ്ങളെ, ചെറിയ പുഴുക്കളെയും തിന്ന് ഭക്ഷണമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിത്തിനെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തവള ഉണ്ടെങ്കിൽ നല്ലതാണ്, മുഞ്ഞയെ നിയന്ത്രിക്കും. ഉറുമ്പുണ്ട്, അതാണ് പുളിയുറുമ്പുകളാണെങ്കിൽ മുഞ്ഞയെ ആഹാരമാക്കും. അതായത് കോവല്, പയറ് എന്നിവയിലൊക്കെ ഉണ്ടാകുന്ന മുഞ്ഞയെ ഏറ്റവും നന്നായിട്ട് നിയന്ത്രിക്കുന്നത് ഉറുമ്പുകളാണ്. പക്ഷെ ഉറുമ്പുകളാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ധാരണ. അതങ്ങ് മാറ്റുക. അതുപോലെ തന്നെ തുമ്പി ഉണ്ടെങ്കിൽ അത് തണ്ടുതുരപ്പൻ, മുഞ്ഞ, മീലിമൂട്ട, ഓലചുറ്റി ഈ പ്രാണികളുടെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചുകൊള്ളും. അപ്പം ഇതാണ് ഇതിനകത്തുള്ള പ്രത്യേകതകൾ.